പഴുത്ത ചക്കയുടെ ചുളയും അത് പറഞ്ഞു. ശർക്കരയും തേങ്ങയും നന്നായി അരച്ച് അല്പം ജീരകവും ചുക്ക് പൊടിച്ചതും ചേർത്ത് യോജിപ്പിച്ച് വഴന അല്ലെങ്കിൽ കറുപ്പ എന്ന് പറയുന്ന ചെടിയുടെയോ കുമിഴ് അല്ലെങ്കിൽ പൂവരശ് എന്നീ മരങ്ങളുടെയോ ഇല, വാഴയിലയാകാം, വട്ടയില അല്ലെങ്കിൽ കുറുക്കുട്ടി ഇലയാവാം, പ്ലാശിൻ്റെ ഇലയുമാകാം. ഇവയിൽ ഏതിലെങ്കിലും ഇല കുമ്പിളാക്കി അതിലൊഴിച്ച് ആവിക്ക് വെച്ച് അപ്പമുണ്ടാക്കുന്നതാണ് ചക്കയട എന്ന് പൊതുവെ പറയുന്നത്. ഓരോ ദേശവും ഓരോ ഇല എടുക്കുന്ന ഏറ്റവും നല്ലത് പൂവരശിൻ്റെ ഇലയാണ്. ചക്കത്തടി പുഴുങ്ങുക, ഇത് കേട്ടിട്ടുണ്ടാവില്ല. അരി പൊടിച്ച് വറുത്തെടുക്കുക. ചക്കപ്പഴം, ശർക്കര, തേങ്ങ എന്നിവ ചേർത്തരച്ച് ജീരകപ്പൊടിയും ചുക്കുപൊടിയും കൂട്ടി ഉണക്കി കവുങ്ങിൻ്റെ പാളയിൽ ചുരുട്ടി അതിനുള്ളിൽ നിറയ്ക്കുക. റോളായിട്ട് അതിനുള്ളിൽ നിറച്ച് നന്നായി കെട്ടിയെടുത്ത് നല്ല പുഴമണലിൽ പൂഴ്ത്തി വെച്ച് മണൽ പഴുക്കുവോളം തീയിട്ട് ചുട്ടെടുക്കുക. ഇതിന് ചക്കത്തടി പുഴുങ്ങുക എന്നാണ് പറയുന്നത്. ഇത് പഴയ കാലത്ത് ഇത് ആചാരമായി ചെയ്യുന്ന ഏതോ ഒരു അമ്പലം ഉണ്ടെന്ന് തോന്നുന്നു. ചേർത്തല ഉണ്ടാവും. പിന്നെ പ്ലാവിൻ്റെ വിറകാണ് ഗണപതി ഹോമത്തിന് ഉപയോഗിക്കുന്നത്. പല ഹോമങ്ങൾക്കും പ്ലാവിൻ്റെ വിറക് കത്തിക്കുന്നുവെന്ന് പറയുന്നത് ഏറ്റവും വലിയ അണുനാശകങ്ങളിൽ ഒന്നാണ് പ്ലാവിൻ്റെ വിറക്. ഇത്ര നീളമുള്ള 100 ഗ്രാം വിറകിന് 150 രൂപയാണ് വില കാതലിന്. ഗ്രാം കണക്കിനാണ്. കേരളത്തിൽ നിന്നാണ് കൃത്യമായി കണ്ടിച്ച് ബാംഗ്ലൂർക്ക് നിത്യഹോമത്തിനായി കയറി പോകുന്നത്. അതുമാത്രം കച്ചവടമായി ജീവിക്കുന്ന ധാരാളം മുസ്ലിം കുടുംബങ്ങളുണ്ട് കേരളത്തിൽ. കൃത്യമായി കട്ട് ചെയ്തെടുത്ത് ഈ ഹോമദ്രവ്യങ്ങൾ, പൂജാദ്രവ്യങ്ങൾ ഇതെല്ലാം അവയിൽ വിശ്വാസം പുലർത്തി ഏറ്റവും അധികം വിൽക്കുന്നവർ ക്രിസ്ത്യൻ മുസ്ലിം കുടുംബങ്ങളാണ് കേരളത്തിൽ. പൂജാ സാധനങ്ങളെല്ലാം വിൽക്കുന്നവരാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. അതൊരു വൈചിത്ര്യമാണ് ഒരാൾ. എന്ന് തന്നെയല്ല, കേരളത്തിൽ ഇപ്പോൾ പല വിഗ്രഹങ്ങളുടെയും പുനഃപ്രതിഷ്ഠയിൽ തന്ത്രിയോടൊപ്പം പങ്കെടുക്കുന്നതും ക്രിസ്ത്യൻസാണ്. പ്രമുഖ തന്ത്രിമാരുടെ എല്ലാം പുനഃപ്രതിഷ്ഠാകർമ്മങ്ങളോട് ബന്ധപ്പെട്ട സാധന സാമഗ്രികൾ, ആനകുത്തിയ മണ്ണ്, പന്നികുത്തിയ മണ്ണ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതിന് വേണം. അവയൊക്കെ അടുപ്പിക്കുക, വിഗ്രഹം ശരിയാക്കുക തുടങ്ങിയ ഗോളക ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം അവിടെ പോയി തൊഴുത് കാശും കൊടുത്തു പോരുന്നു എന്നതിനപ്പുറം ഹൈന്ദവ സമൂഹങ്ങൾക്ക് ബന്ധമുള്ളതല്ല. ഞാൻ സന്ദർഭം വന്നുകൊണ്ട് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് അന്വേഷിക്കാം, പഠിക്കാം. ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ നിങ്ങളിൽ എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ലത്. കേരളത്തിലുടനീളം പ്രമുഖ തന്ത്രിമാരോടൊപ്പമുള്ളവരെല്ലാം, തന്ത്രി കുടുംബങ്ങളുമായി ബന്ധമുള്ളവരെല്ലാം അങ്ങനെയാണ്. അല്ലാത്തവരോട് പൂജാദ്രവ്യങ്ങൾ മേടിച്ചാൽ തന്ത്രികൾ സമ്മതിക്കുകയും ഇല്ല. അങ്ങനെ കൂടി ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് കറക്റ്റാകുന്നത് ഇവർ കൊണ്ടുവന്നാലാണ്. അതിൻ്റെ കൃത്യത പുലർത്താൻ അവർക്കാണ് അറിയുന്നത്. അതിൽ അപൂർവം ചില തന്ത്രിമാർ, പേര് കേട്ട കേരളത്തിലെ ഏറ്റവും പ്രശസ്തരായ ചില തന്ത്രിമാർ ചാർത്ത് കൊടുക്കാറ് തന്നെയില്ല. ഇന്ന പ്രതിഷ്ഠയാണ് എന്നൊക്കെ പറഞ്ഞാൽ നേരെ അവിടെ ചെന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി, അതിനുള്ളതൊക്കെ അവർ തരും. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല. ആർക്കും
വിറകല്ല, ഞാൻ പറഞ്ഞ എല്ലാ സാധനവും, പൂജാദ്രവ്യങ്ങൾ മുഴുവൻ ഒരു വളരെ ഭക്തിയോടുകൂടിയായിരിക്കും ചെയ്യുന്നത്. അതിനെക്കുറിച്ച് എനിക്കറിയില്ല. എന്താ മിക്കവാറും ക്രിസ്ത്യൻസ് ഓർ മുസ്ലിംസ് ആ രംഗത്ത് നിന്ന് വളരെ കൂടുതലുണ്ട്, വളരെ ഭംഗിയായി ചെയ്യുന്നത്. ഈ കയറ്റി അയക്കുന്ന താന്ത്രിക സാധനങ്ങളെല്ലാം അവർ വഴിയാണ്. നിങ്ങളുടെ അറിവിന് ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം വലിയ എന്താ പറയുക, ഈശ്വരപരങ്ങളായ കാര്യങ്ങളോട് ബന്ധപ്പെട്ട തൊഴിലുകൾ എന്ന് പറയുന്നവ കേരളത്തിൽ ചെയ്യുന്നത് കൂടുതൽ അവരാണ്. ഇതുകൊണ്ട് നിങ്ങൾ ചെയ്യാൻ പറഞ്ഞതല്ല, നിങ്ങൾ ചെയ്താൽ ശരിയാകത്തുമില്ല. അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. ഈ പ്ലാവിൻ്റെ വിറക് പറഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്. പ്ലാവിൻ്റെ വിറക് ഉപയോഗിക്കുന്നതിന് കാരണം ഏറ്റവും വലിയ അണുനാശകമാണ്. ഹോമത്തിൽ ആ പുക അണുനാശനത്തിനുള്ളതാണ്. ഏറ്റവും വലിയ അണുനാശകമായതുകൊണ്ട് അതിൻ്റെ കാതൽ കഷായം വെച്ച് കഴിച്ചാൽ എല്ലാ നാഡീ സംബന്ധമായ രോഗങ്ങളും അതുൾപ്പെടെ എല്ലാ നാഡീ സംബന്ധമായ രോഗങ്ങളും അപസ്മാരവും അസ്തമിക്കും. അപസ്മാരം മാറാനും പ്ലാവിൻ്റെ വേരല്ല കാതൽ, തടിയുടെ കാതലായിരുന്നു, കാതൽ കഷായം വെച്ച് കഴിച്ചാൽ ഡിപ്പെൻസ് രോഗത്തിൻ്റെ നിലയനുസരിച്ച്. പ്ലാവിൻ്റെ വേര് കഷായം വെച്ച് കഴിച്ചാൽ വയറിളക്കം നിൽക്കും. ഇല കഷായം വെച്ച് കഴിച്ചാൽ ജ്വരങ്ങൾ മാറും. പഴുത്ത ഇല. അതുകൊണ്ടാണ് പഴയ വീടുകളിലെല്ലാം പ്ലാവില കുത്തി കഞ്ഞി കുടിച്ചത്. പഴുത്ത പ്ലാവില കുത്തി കഞ്ഞി കുടിച്ചാൽ പനി വരില്ല. ഇലകൾ തിളപ്പിച്ച വെള്ളം കൊണ്ട് വ്രണം കഴുകി മൂത്ത പ്ലാവിൻ്റെ പൊള്ളി വരുന്ന തൊലിയുടെ ഉള്ളിലെ മൊരി വ്രണത്തിലിട്ടാൽ ഏത് വ്രണവും ഉണങ്ങും. പഴയ വീടുകളിൽ അത് ചുരണ്ടി വയ്ക്കും. മനസ്സിലായോന്നറിയില്ല സാധനം. പ്ലാവിൻ്റെ തൊലി പൊള്ളിപ്പോരും. പ്ലാവ് തന്നെ കണ്ടിട്ടില്ലേ? അതെങ്ങനെയായി പെരയ്ക്കാതിരുന്ന് സീരിയലും കണ്ടിരിക്കുകയല്ലേ, പിന്നെ പ്ലാവ് കാണുമോ? പ്ലാവ് മൂത്ത് കഴിയുമ്പോൾ അതിൻ്റെ തൊലി വെള്ളും, എന്നിട്ട് പൊള്ളിപ്പോരും. ഒന്ന് തട്ടിയാലെങ്കിൽ പോരും. അതിൻ്റെ അകത്തൊരു മഞ്ഞ ചുവപ്പ് നിറത്തിലുള്ള ഒരു പൊടിയുണ്ടാവും. ആ പൊടി ചുരണ്ടി എടുത്തു വയ്ക്കും പഴയ ആളുകൾ. വ്രണത്തിന് ഇത്രയും ഫലപ്രദമായൊരു ഔഷധമില്ല. അതീവ ഫലപ്രദമാണ്. ഇവിടെ ഇരിക്കുക, ഇവിടെ ഇടയുണ്ടൊരു വീട്, അവിടെ ഇരുന്ന് അസ്വസ്ഥമാണ്ട് ഇവിടെ ഇടയുണ്ട്. കാഞ്ഞിരത്തിൻ്റെ തോലിൻ്റെ പൊരിയും നല്ലതാണ്. അത് ഞാൻ വേറൊരു വലിയ വ്രണത്തിനാണ് പറഞ്ഞത്. കോഴിയുടെ കാഷ്ടവും ചാണകവും ഒക്കെ ചേർത്ത് തുണി വെച്ച് ഇട്ട് വെള്ളം വറ്റിച്ച്, ആ വെള്ളം വറ്റിക്കഴിഞ്ഞ് നേരെ ഇട്ടാൽ ഉണങ്ങുന്നത് ക്യാൻസർ വ്രണങ്ങളുടെ കാര്യത്തിലാണ് പറഞ്ഞത്. എഴുതിയെടുക്കുന്നില്ലെങ്കിലും ചിലതിങ്ങനെ കേട്ടോർത്തിരിക്കുന്നതല്ലേ, ഉറക്കത്തിനിടയിൽ കേട്ടതാണ്. പ്ലാവിൻ്റെ പൊടി ചിരണ്ടി വെച്ചിട്ട് അത് തുള്ളിയാൽ മതി, വ്രണത്തിലേക്ക് തുള്ളിയാൽ മതി. വ്രണം കഴുകുന്നത് പ്ലാവില കൊണ്ട്, പ്ലാവില തിളപ്പിച്ച വെള്ളം പൊടിയിട്ട് കിട്ടിയാൽ. സാധാരണ നിങ്ങൾ എന്തായാലും പറയുന്നത് വ്രണത്തിനിടുന്ന പൊടികളുണ്ടല്ലോ, അങ്ങനെയുള്ള പൊടിയൊക്കെ ഇടുന്ന പോലെ തന്നെ ഇട്ടാണ്.
അതുപോലുള്ളൊരു കുപ്പിയിലാക്കി വെക്കുക. അന്നേരം പിന്നെ വീട്ടുകാർക്കും തൃപ്തിയാവും. ഒരു തരി പച്ചക്കർപ്പൂരം ചേർത്തുള്ളൂ, അപ്പം മണവും ഉണ്ടാവും. അതിൻ്റെ ഒരു ശകലം കുഴപ്പമുണ്ടാവും, അത്രേ ഉള്ളൂ. സാരം ഏറ്റവും നന്നായി വേണം. ത്വക്ക് രോഗങ്ങളിൽ പ്ലാവിലെ അരച്ച് പൊട്ടിച്ചിട്ടാൽ മതി, പെട്ടെന്ന് ഉണങ്ങും. വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. മലം, മൂത്രം, ആർത്തവം, രോമകൂപങ്ങൾ, മൂക്ക്, വായ്, കണ്ണ്, ചെവി, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെ എല്ലാമുള്ള രക്തസ്രാവത്തിന് പൂർണ്ണമായി നിൽക്കാൻ ഇല അരച്ച് കഴിച്ചാൽ മതി, പ്ലാവിലെ അരച്ച് കഴിച്ചാൽ മതി. മലം മുറുകും. പശുവും ആടുമൊക്കെ പ്ലാവില തിന്നുമ്പോൾ അതിൻ്റെ ഇത് കണ്ടിട്ടുണ്ടാവും, നല്ലപോലെ മുറുകും. പക്ഷെ സ്വച്ഛന്തമായിരിക്കും. ശൗചം ചെയ്യാൻ ആവശ്യമില്ലാത്ത പോലെ സ്വച്ഛന്തമായി. പച്ചപ്ലാവില നല്ലതാണ്, പഴുത്ത പ്ലാവില രക്തസ്രാവങ്ങളിൽ ഏറ്റവും നല്ലതാണ്. അതുകൊണ്ട് ഈ പണ്ട് കാലത്ത് എവിടെയെങ്കിലും തട്ടിമുട്ടുമൊക്കെ നട്ടുച്ചയ്ക്കൊക്കെ ആണെങ്കിൽ രക്തസ്രാവം നിൽക്കാൻ അപ്പോൾ തന്നെ പ്ലാവില പറിച്ചുകൊണ്ടെന്ന് അച്ഛനോ അമ്മയോ അരച്ചു കൊടുക്കും. ലേശം പഞ്ചസാരയും ചേർത്താണ് അവർ അരച്ചു കൊടുക്കുക, ചവർപ്പ് വരാതിരിക്കും. ചക്കക്കുരു കേരളത്തിൽ പണ്ട് വറുത്ത് തിന്നുമായിരുന്നു, ഇപ്പം തിന്നില്ല. അത് ചക്കക്കുരു വറുത്തതും മന്നങ്ങ അല്ലെങ്കിൽ വെടലത്തേങ്ങ എന്ന് പറയും. ഇത് പണ്ട് കാലത്ത് ഇങ്ങനെ ശരിയാക്കി വെച്ച് ഭർത്താവിന് കൊടുക്കും. നവോഢകളായ സ്ത്രീകൾ കുറച്ച് പ്രായമെത്തുമ്പോൾ ഭർത്താവിനെ ഇത് തീറ്റിക്കും. അത് അത്താഴം കഴിഞ്ഞ്. കാരണം ഇതിന് രണ്ടിനും കാമോദ്ദീപന ശക്തിയുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ തീറ്റിക്കുന്നത്. കേരളത്തിലൊരു പ്രധാനപ്പെട്ട ഭക്ഷണമായിരുന്നു ഒരു സമയം. ഇത്ര മതി. മറ്റേ തിരുവോണം അല്ലെങ്കിൽ മറ്റേ ഉത്രാടം അല്ലെങ്കിൽ പ്ലാവ്. ഇനി നമുക്ക് തിരുവോണം, 22ാമത്തെ നക്ഷത്രം അല്ലേ? വൃക്ഷം എരിക്ക്. വിഷ്ണുവാണ് ഈ നക്ഷത്രത്തിൻ്റെ ദേവത. ദേവഗണം, പുരുഷയോനി. ഇത് സൃഷ്ടി നക്ഷത്രമാണ്. ഇതിൻ്റെ ഭൂതം വായു, മൃഗം കരിങ്കുരങ്ങ്, പക്ഷി കോഴി. ഈ നക്ഷത്രം മുഴുവൻ മകരം രാശിയിൽപ്പെടുന്നതാണ്. 17ാം ഭാഗത്താണ് ഉദയമെന്നാണ് പൗരാണികർ പറയുന്നത്. മുഴക്കോൽ പോലെ 3 നക്ഷത്രങ്ങളായി കാണുന്ന തിരുവോണം ഉച്ചത്തിലെത്തുമ്പോൾ മേടം രാശിയിൽ 1 നാഴിക 12 വിനാഴിക ചെല്ലും. തിരുവോണം, ശ്രവണം, വിഷ്ണുശ്രുതി, ശ്രോണം എല്ലാം തിരുവോണത്തിൻ്റെ പര്യായങ്ങളാണ്. തിരുവോണത്തിൻ്റെ ആദ്യ 4 നാഴിക അഭിജിത്ത് നക്ഷത്രമാവും. ഓണം നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് നക്ഷത്രപക്ഷപ്രകാരം ആദ്യ ദശ ചന്ദ്രൻ്റെതാണ്. ഇത് അന്നപ്രാശത്തിൻ്റെ നാളാകയാൽ മിക്ക മുഹൂർത്തങ്ങൾക്കും നല്ലതാണ്. പ്രതിഷ്ഠ, ഗൃഹനിർമ്മാണം, ഉപനയനം, ശാന്തികർമ്മം, പൗഷ്ടിക കർമ്മം എന്നിവയ്ക്കൊക്കെ പ്രത്യേകം ഉത്തമമാണ്. ഓണം നാളിൽ കിഴക്കോട്ടുള്ള യാത്ര മാത്രം വർജ്യമാണ്. കീർത്തിമാനും വിദേശവാസിയും ദാനശീലനും സദ്ഭാര്യനും ധനികനും
സഞ്ചാരശീലനും ഐശ്വര്യം ഉള്ളവനും ബുദ്ധിമാനും ആണ് തിരുവോണം നാളിൽ ജനിക്കുന്നതെന്ന് ഹോരാശാസ്ത്രപ്രകാരം പക്ഷം. ഓണത്തിൻ്റെ 3-ാം കാലിൽ ജനിച്ചാൽ സ്ഥൂല ശരീരനും അല്പസന്തതിയും മേധാവിയും കലഹശീലനും ഉത്സാഹിയും ഗ്രന്ഥി രോഗങ്ങളുള്ളയാളും ആകുമെന്ന് പക്ഷം. 2-ാം കാലിൽ ജനിച്ചാൽ ശോഷിച്ചവനും കാമിയും ലുബ്ധനും ബ്രഹ്മജ്ഞാനിയും ബഹുഭൃത്യനും ആകും. 3-ാം കാലിൽ ജനിച്ചാൽ, 1-ാം കാലാണ് ആദ്യം പറഞ്ഞത്, 3-ാം കാലിൽ ജനിച്ചാൽ വിഷയാസക്തനും രോഗിയും ധനികനും ദാനശീലനും അത്യുദാരനും നിർബന്ധശീലനും ഭയങ്കരനുമായിരിക്കും. 4-ാം കാലിൽ ജനിക്കുന്നയാൾ ഗണിത വിദഗ്ധനും സുഖിയും ധർമ്മിഷ്ഠനും ദാനശീലനും ധനികനും കൃഷി ആദായം ലഭിക്കുന്നവനുമായിരിക്കും. ഇങ്ങനെയാണ് ഹോര പറയുന്നത്. തിരുവോണം നാളിൽ ജനിക്കുന്നവർക്ക് പല ശാസ്ത്രങ്ങളിലും അറിവുണ്ടായിരിക്കും. ഹൃദയം പരിശുദ്ധവും ശാന്തവുമായിരിക്കും. പ്രവൃത്തികളിലെല്ലാം ആദർശനിഷ്ഠ പുലർത്തുന്നവരും ആത്മാർത്ഥതയുള്ളവരുമായിരിക്കും. ചതിവഞ്ചന തുടങ്ങിയ ദ്രോഹപ്രവൃത്തികൾക്ക് അനുകൂലിക്കുന്നവരായിരിക്കില്ല. ഈ നാളുകാർക്ക് ദീർഘവീക്ഷണം കുറവാണെന്നതാണ് ഒരേ ഒരു ദോഷം. ദൈവഭക്തിയുള്ളവരും സദാചാരനിഷ്ഠരും ലളിത ജീവിതത്തിൽ താല്പര്യമുള്ളവരും ആയിരിക്കും. തനിക്ക് അവകാശമുള്ളത് മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാത്തവരാണ് തിരുവോണം നാളുകാർ. വിട്ടുകൊടുക്കുന്നവരാണെന്നല്ല പറഞ്ഞേ, മുകളിൽ പറഞ്ഞ ഗുണങ്ങൾ കൊണ്ട് അങ്ങനെ ഊഹിച്ചേക്കരുത്. വിട്ടുകൊടുക്കാത്തവരാണ്. മുകളിൽ ഒരുപാട് ഗുണങ്ങൾ പറഞ്ഞതുകൊണ്ട് മിക്കവാറും നിങ്ങൾ ധരിച്ചേക്കാൻ വഴിയുള്ളത് വിട്ടുവീഴ്ചയുള്ളവരാണെന്നാണ്. ഒട്ടും വിട്ടുവീഴ്ചയുള്ളവരല്ല. തങ്ങൾക്ക് അവകാശപ്പെട്ടതൊന്നും വേറെ ഒരാൾക്കും വിട്ടുകൊടുക്കാൻ ഒരു തരത്തിലും തയ്യാറാകാത്തവരാണ് തിരുവോണം നാളുകാർ. വിനയ സ്വഭാവികളല്ല. ഈ കൂട്ടർക്ക് അവരുടെ വിശ്വസ്തരിൽ നിന്ന് വിപരീത അനുഭവങ്ങൾ മാത്രമേ ഉണ്ടാവൂ. ഇവർ സൗന്ദര്യം തികഞ്ഞവരും ശരീരലക്ഷണങ്ങൾ ഉത്തമമായവരുമാണ്. കുട്ടിക്കാലം മുതൽ സ്വാശ്രയശീലമുള്ളവരാകയാൽ ഈ നാളുകാർ അഭിവൃദ്ധിയുള്ളവരാണ്. വളരെ ചെറുപ്പത്തിലേ അവർ സ്വന്തം കാലേ നിൽക്കാൻ ശ്രമിക്കും. എത്ര കഴിവുള്ള അച്ഛനും അമ്മയും ഉണ്ടെങ്കിലും അവരെ ഡിപ്പെൻഡ് ചെയ്യാനൊന്നും പോവില്ല. അതുകൊണ്ട് അവർ വളരെ വേഗത്തിൽ അഭിവൃദ്ധി നേടുമെന്നുള്ളതാണ് ഈ നാളുകാരുടെ പ്രത്യേകത. ശ്രുതവാൻ, വിദേശവാസി, ദാതാ, സുകളത്ര വിഖ്യാത, അടന, ശ്രീമാൻ, ധീമാൻ, വ്യയ, ഭാരാർത്ഥോ, വിഭു, ശ്രവണജാത എന്നിങ്ങനെയാണ് അതിൻ്റെ പ്രമാണം. ശ്രീമാൻ, ശ്രവണേ, സുതവാൻ, ദാര, ദാരോ, ധനാൻവിദഗ്ധ്യ എന്ന് വരാഹമിഹിരനും പറയും. ഇതാണ് നാളിനെക്കുറിച്ചുള്ള ഭാഗം. ഇനി എരുക്ക്, വൃക്ഷം. നാളിനെക്കുറിച്ച് പറഞ്ഞത് തിരുവോണംകാരുണ്ടെങ്കിൽ അവർക്ക് ബോധ്യമായി കാണും. വരാഹമിഹിരനും ഒക്കെ പറഞ്ഞത് ശരിയാണോ അല്ലയോ എന്ന്. സ്വയം പരിശോധിക്കാം. കൂടാതെ ആ നാളുകാർ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ പതുക്കെ ഒന്ന് നോക്കാം. എന്നിട്ട് കുറേയെങ്കിലുമൊക്കെ ശരിയുണ്ടോ, തിരുവോണംകാരെ പരിചയപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. കുറച്ചെങ്കിലുമൊക്കെ ശരിയുണ്ടാവുമോ? ഏതാണ്ട് പറഞ്ഞ 75% ശരിയാണ്. പിന്നെ ഞാനതിൻ്റെ കൂടെ ഒരു കാര്യവും കൂടെ പറഞ്ഞേക്കാം. തിരുവോണം നാളുകാർ ചിരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കരയും, കരയുന്നതിനിടയിൽ ചിരിക്കും. ഒരു തിരിഞ്ഞിരുന്ന നാളാണ് തിരുവോണം. ശരിയായിരിക്കുമോ? ഈ നാളുകാരെ പരിചയപ്പെട്ടിട്ടുണ്ടോ? ഇല്ല.
ഉണ്ടോ? പറഞ്ഞ പോലൊക്കെ ഉണ്ടോ? ഇല്ല, അത്ര ശ്രദ്ധിച്ചിട്ടില്ല. അയ്യോ, തിരുവോണം നാളുകാരുടെ സ്വഭാവമാണ്. അതുകൊണ്ട് കൂട്ടത്തിൽ നിൽക്കുന്നവരുടെ ചതിവ് എപ്പോഴും അനുഭവിക്കുന്ന നാളുകളിലൊന്നാണ് തിരുവോണം. എന്നിട്ട് കിടന്ന് നിലവിളിക്കുകയും ചെയ്യും. ആ, പറ്റിയതായി അവർ സമ്മതിക്കില്ല. എത്ര പറ്റിയാലും വീണ്ടും വിശ്വസിക്കുമെന്നതിനേക്കാൾ പറ്റിയാലും പറ്റിയതായി അവർ സമ്മതിക്കില്ല. അതവരോട് വർത്തമാനം പറഞ്ഞിരിക്കാൻ നല്ലതാണ്. തിരുവോണം നാളിലുള്ള ഭാര്യയും ഭർത്താവും കൂടെ വർത്തമാനം പറയുകയാണെങ്കിൽ അതിൽ ഒരാൾ സ്കോറടിക്കുന്നത് കാണാൻ നല്ല രസമുള്ളതാണ്. വൈകുന്നേരം ആകുമ്പോൾ ടെറസിൻ്റെ മുകളിൽ കയറിയിരുന്ന് നടന്നു പോകുന്ന ഗോപാലകൃഷ്ണനെ നോക്കി ഭാര്യ തിരുവോണം നാളുകാരി പറഞ്ഞു, ഗോപാലകൃഷ്ണനല്ലേ അങ്ങ് പോകുന്നത്, നല്ല വെള്ളമാണ്, പൂക്കുറ്റിയായിട്ടാണ് പോകുന്നത്. ഓ, അവൻ കാരണം ആ പെൺ, നിങ്ങൾ വേറെ ഗുണാരമൊന്നും പറയണ്ട, അവളുടെ ഹേമം കൊണ്ടായിപ്പോൾ അവൻ ഈ വെള്ളം അടിച്ച് നടക്കുന്ന, ഉടനെ അവൻ്റെ സൈഡാവും. ശരിയാ നീ പറഞ്ഞത്, ഞാനും ഓർത്തായിരുന്നു, അവള് കുറച്ച് കുഴപ്പമാണ്. നിങ്ങളാരാ അത് തീരുമാനിക്കാൻ? ഇതാണ് തിരുവോണം. ശരി പോലെ ഉണ്ടോ? തിരുവോണംകാർക്ക് ചിന്തിക്കാം, ശരി പോലെ ഉണ്ടോ? ഇല്ല. തിരുവോണംകാർ വന്നിട്ടില്ല, വരട്ടെ, നമുക്ക് അന്നേരം നോക്കാം. എരുക്ക്, അർക്കഹ, അർക്കകുലം, സൂര്യാഹ്വഹ, വിക്ഷീരഹ, ക്ഷീരപർണി, അസ്ഫോടം, വസുകഹ, ഭാസ്കരഹ, രവിഹി, അളർക്കം, മന്ദാരം. ഇതെല്ലാം എരിക്കിൻ്റെ പര്യായങ്ങളാണ് സംസ്കൃതത്തിൽ. കലാട്രോപ്പിസ് ജൈജാൻഡിയാലിൻ എന്നാണ് ബൊട്ടാണിക്കൽ നെയിം. കലാട്രോപ്പിസ് ജൈജാൻഡിയ ലിൻ, LIN. അതിൻ്റെ ഒരു കണ്ടെത്തലിൻ്റെ ഭാഗമാണ്. തന്നെ അത് ചേരണം. അതെല്ലാത്തിനും ലീനല്ല, വേറെ വർഗങ്ങൾ. അസ്ക്ലിപ്പിയേഡിസിയെ എന്നാണ് അതിൻ്റെ ഫാമിലി. ASCLEPIA DACEA, ഇതാണ് ഫാമിലി. ഹിന്ദിയിൽ അഖവന, ആക, മന്ദാര, മദാര. തമിഴിൽ പെല്ലർക്കു, എരുക്കു. കന്നഡ എക്കമേലി. തെലുഗു ജില്ലേടു, മനാരമു. ഇംഗ്ലീഷ് ജൈജാൻറ്റിക് സ്വാളോ വോർട്ട്, മുദർ എന്നും പറയും. മുദർ, ജൈജാൻറ്റിക് സ്വാളോ വോർട്ട്, WORT. ബംഗാളി ആക്കരു.
ഇത് കലാട്രോപ്പിസ് ജൈജാൻഡിയ, കലാട്രോപ്പിസ് ഫ്രോസിറ എന്ന് 2 വെറൈറ്റി കാണാറുണ്ട്. തിരിച്ചറിയാനുള്ള വഴി കലാട്രോപ്പിസ് ജൈജാൻഡിയയിൽ അതിൻ്റെ കൊറോണ ലോബുകൾ, ആ കൊറോണ ലോബുകൾ സ്റ്റാമിനയുടെ കോളത്തേക്കാൾ താന്നിരിക്കും. അതാണത് കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴി. ദളങ്ങൾ പുറമോട്ട് വളഞ്ഞും കാണും. ആ വർഗത്തിൽ വെള്ളയും ചുവപ്പും പുഷ്പങ്ങളുണ്ട്. വെള്ള എരിക്കെന്നും ചുവന്ന എരിക്കെന്നും പറയും. ചുവന്ന എരിക്ക് അല്ലല്ല, ചുവന്ന ഫുള്ള് ചുവപ്പ്. ആ വയലറ്റ് നിറത്തിലും കാണും. വയലറ്റ് അല്ല, ഒരു നീല, വെള്ളയിൽ നീല കലർന്നു. കലാട്രോപ്പിസ് ഫ്രോസിറയിൽ കൊറോണ ലോബുകൾ സ്റ്റാമിനൽ കോളത്തിന് സമമോ അതിൽ നിന്ന് ഉയർന്നോ കാണും. പുഷ്പങ്ങൾ നിവർന്നാണ് കാണുക. അതിൽ ചുവന്ന പൊട്ടുകളുണ്ട്. അതാണ് ചുവന്ന എരിക്ക് എന്നറിയപ്പെടുന്നത്. പൂർണ്ണമായി ചുവന്ന എരിക്ക് എന്ന് പറയുന്നതാണ് അത്യപൂർവമാണ്. രാജസ്ഥാൻ പ്രദേശങ്ങളിലാണ് അത് കൂടുതൽ കണ്ടിട്ടുള്ളത്. മറാത്തിയിൽ നഗാദോ, കൊങ്കണിയിൽ റൂവി, പേർഷ്യയിൽ വോക്ക് ബാർക്ക്, സിൻഡിൽ ബൈക്ലോസ്പ, ഉറുദുവിൽ ഉരുക്ക്, തുളുവിൽ യക്കാമലെ എന്നെല്ലാം പേരുകൾ പറയും. ഏഷ്യയിലെ ഉഷ്ണമേഖലയിൽ, അമേരിക്കയിലെ ഉഷ്ണമേഖലയിൽ ശ്രീലങ്ക, മലയ, സിംഗപ്പൂർ, ചൈന, ഇന്ത്യ എന്നിവിടങ്ങളിലെല്ലാം സമൃദ്ധമായി വളരുന്ന സസ്യമാണ്. വെളുപ്പും ചുവപ്പും എന്ന് 2 ഇനങ്ങൾ പൊതുവെ പറഞ്ഞു വരുന്നത്. കൃത്യമായി ചുവപ്പല്ല, മുമ്പ് പറഞ്ഞ തരമാണ്. വെള്ളയെ ശൈവമെന്നും ചുവപ്പിനെ ശാക്തേയമെന്നും നിലയിലാണ് തന്ത്രാഗമങ്ങൾ കാണുന്നത്. താന്ത്രിക ആരാധനകളിലും ആചാരങ്ങളിലും പ്രത്യേകം പ്രാധാന്യമുള്ളവയാണ് എരിക്ക്. ആ നിലയിൽ എരിക്ക് മാത്രം കൊണ്ട് ഭ്രാന്ത് വന്നവർ ധാരാളമുണ്ട്. എരിക്കെന്ന് പറയുന്ന ഒരു മരം കാരണം മാത്രം ധാരാളം ഭ്രാന്ത് വന്നവരുണ്ട്. കഴിച്ചിട്ടൊന്നുമല്ല, പേടിക്കണ്ട. കാരണം പ്രായമേറിയ എരിക്ക് നിൽക്കുന്ന മണ്ണ് പുറമെ ചുറ്റും മാറ്റി വേര് തന്നെത്താൻ പറിച്ചെടുത്താൽ അതിനുള്ളിൽ ഗണപതി വിഗ്രഹം ഉണ്ടാവും. കാരണം അതിൻ്റെ വേരുകൾ പോകുന്ന ആകൃതി ഉറച്ചു കഴിയുമ്പോൾ മണ്ണ് കട്ടിയായി ഗണപതിയുടെ തുമ്പിക്കൈയ്യ്, കാല്, കയ്യ്, തന്നെ മൂക്ക്, അതായത് മറ്റേ കണ്ണ്, ഇവയെല്ലാം അവയവങ്ങളോടുകൂടിയ ഒരു വിഗ്രഹം ഫോം ചെയ്യും. തല, ചെവി എല്ലാം. അതെനിക്ക് പറയാൻ വലിയ എരിക്ക് മാന്തിയാൽ ഇത് കിട്ടും എന്നത് തീർച്ചയാണ്. വെള്ള എരിക്ക് ഒരു എരിക്കുന്ന ഒരു വിഗ്രഹമേ ഉള്ളൂ, 100 ഒന്നും കിട്ടില്ല. അത്രയാണ് കണ്ടിരിക്കുന്നത്. ഏതാ വേര് അമർന്നിട്ട് ഉണ്ടാകുന്നതാണ്. വേര് അമർന്നിട്ട്, വേര് ഞെക്കിയിട്ട് മണ്ണങ്ങനെ ആകുന്നതാണ് വളരുമ്പോൾ. അത് അടിയിൽ നിന്ന് എടുത്ത് മെഴുകി പച്ചമണ്ണിൽ വെച്ചോ അല്ലെങ്കിൽ ചുട്ടെടുത്തോ പൂജ ചെയ്താൽ തന്ത്രാഗമങ്ങൾ ഒട്ടേറെ പ്രയോജനങ്ങളെപ്പറ്റി പറയുന്നു. ഇത് മാന്താനായിട്ട്
തന്ത്രാഗമങ്ങൾ വായിച്ചിട്ട് ആളുകൾ ഇറങ്ങിത്തിരിക്കും. ക്ഷമയുണ്ടാവില്ല. എരിക്ക് വേണ്ടത്ര പ്രായമായതായിരിക്കില്ല. മാന്തുമ്പോൾ ഇത് പൊടിഞ്ഞു പോകും. അത് കഴിഞ്ഞാൽ അടുത്ത എരിക്ക് പോയി മാന്തും, വീണ്ടും അടുത്തത് മാറും. കുറേ കഴിഞ്ഞാൽ ഇത് പ്രാന്തായിട്ട് മാറും. അങ്ങനെ പ്രാന്തന്മാരുണ്ടായി എന്നാണ് പറഞ്ഞത്. അങ്ങനെ പ്രാന്തന്മാരെ കണ്ടിട്ടുണ്ട്. ഇത് മാന്തി മാന്തി, അതുകൊണ്ട് പറഞ്ഞ ഒന്നിലധികം. വെള്ളയാണ് ശൈവം. നല്ലത് എന്ന പദം നിങ്ങൾ ശൈവനോ ശാക്തേയനോ എന്നതിനെ ആശ്രയിച്ചിരിക്കും. അതുകൊണ്ട് ഞാൻ നല്ലത് എന്ന് രണ്ടിനെയും പറയാൻ ഇപ്പം ചെയ്യുന്നില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ, പഠിപ്പിക്കുന്ന സമയത്ത് എൻ്റെ ഇഷ്ടം പറയുന്നത് മര്യാദകേടാണ്. അതെൻ്റെ ഇഷ്ടമായിട്ടിരിക്കട്ടെ. സൂത്രത്തിലാണെങ്കിലും ഒന്ന് ചൊറിയ അല്ലേടാ. അപ്പോൾ ഈ ഗണപതിയുടെ ആകൃതി ഉണ്ടെന്നും അതെടുത്ത് ചുട്ട് വിഗ്രഹമാക്കി പൂജിക്കുന്നതായാൽ സർവ അഭീഷ്ടങ്ങളും സാധിക്കുമെന്നും തന്ത്ര ആരാധകർ വിശ്വസിക്കും. വിദ്യ, യശസ്, ധനം ഇവയ്ക്കൊക്കെ വളരെ ഗംഭീരമായി പറയപ്പെടുന്ന ഒന്നാണ്. അങ്ങനെയൊക്കെ വിദ്യ സമ്പാദിക്കാനും ധനം സമ്പാദിക്കാനുമായൊക്കെ പോയിട്ടുള്ളവർ പണ്ടുണ്ട്, സാധിച്ചവരും ഉണ്ട്. അതും സംശയിക്കണ്ട. എന്ന് വെച്ച് ഇറങ്ങിത്തിരിക്കരുത്. വളരെ ആലോചിച്ച് ഇറങ്ങിത്തിരിക്കാവൂ. ഭ്രാന്ത് വന്നോണം നിർബന്ധമില്ല. കാരണം വെച്ചാൽ ഇതൊരു ക്ഷമയും, ഇത്തരം കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ആദ്യം ക്ഷമയുണ്ടോ എന്ന് നോക്കണം. രണ്ട്, അതിനകത്ത് നിൽക്കാനുള്ള തിതിക്ഷ, അതിനുള്ള ആ സ്ഥൈര്യമൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. ഇതൊക്കെ ഓരോന്നിലും ചെന്ന് തൊട്ട് ഒന്നും നേരെയാകാതെ നടക്കുന്നതിനിടയിൽ നടത്തുന്ന പണിയാകുമ്പോഴാണ് ഭ്രാന്ത് വരുന്നത്. മറ്റത് അതിനോട് താല്പര്യം പുലർത്തി ചെയ്യുമ്പോൾ അതുണ്ടാവില്ല. സാധാരണ തരിശു ഭൂമിയിലും തീവണ്ടിപ്പാതയുടെ ഇരുപുറങ്ങളിലും റോഡരികിലും ശ്മശാനങ്ങളിലും ഉഷ്ണമേഖലയിൽപ്പെട്ട എല്ലാ സംസ്ഥാനങ്ങളിലും എനിക്ക് ധാരാളമാണ്. മാറാവ്യാധികളെ ആവാഹിക്കുന്നതിന് കഴിവുള്ള ഒരു സസ്യമെന്ന് പഴമക്കാരുടെ ഇടയിൽ പ്രചാരം നേടിയിട്ടുള്ള ഒന്നാണ് എരിക്ക്. കൊടുത്ത് രോഗം മാറ്റുകയല്ല, ഏത് മാറാരോഗത്തെയും എത്ര വലുതായാലും ആവാഹിക്കാൻ കഴിയുമെന്ന് വിശ്വാസമുള്ള ഒരു സസ്യമാണ്. അതുകൊണ്ട് പരീക്ഷിച്ച് നോക്കുക. വളരെ രോഗിയുടെ നെറ്റിയിൽ എണ്ണയോ നെയ്യോ പുരട്ടിയിട്ട്, നല്ല പശുവിൻ നെയ്യ് അല്ലെങ്കിൽ നല്ല എണ്ണ നെറ്റിയിൽ പുരട്ടുക. എന്നിട്ട് എരിക്കിൻ്റെ ഇല കൊണ്ട് വടിച്ചെടുക്കുക. ഇതാണ് അതിൻ്റെ പ്രോസസ്സ്. എരിക്കല പറിക്കരുത്, ചെടിയേൽ നിർത്തി പുരട്ടിയെടുക്കുക. പുറം ഭാഗം കൊണ്ട്, അകഭാഗം കൊണ്ട്, അതിൻ്റെ മുകളിലേക്ക് നിൽക്കുന്ന ഭാഗം, ആ ഭാഗം കൊണ്ട് പതുക്കെ തൂത്തെടുക്കുക. പ്രാർത്ഥനാപൂർവം തൂത്തെടുത്ത് കഴിഞ്ഞാൽ ആ പുരട്ടുന്നതോടെ അയാളുടെ ദീനം മാറുമെന്നാണ് പ്രാചീന വിശ്വാസം. വളരെ ആഴമുള്ള വിശ്വാസമാണ്. ഇത് മാത്രം ചെയ്യുന്ന തന്ത്ര കുടുംബങ്ങളുണ്ടായിരുന്നു കേരളത്തിൽ. വേറെ ഒരു മരുന്നും ചെയ്യില്ല, രോഗിയെ കൊണ്ടുവരാൻ പറയും. അവരുടേതായ വിശ്വാസപ്രകാരമുള്ള പൂജ മുതലായവയൊക്കെ ഉണ്ടാവും. അതൊന്നും ഇതിന് ബാധകമല്ല. അതൊക്കെ ആ വിശ്വാസം ഉറപ്പിക്കാൻ വേണ്ടിയുള്ള പ്രക്രിയകളാണ്. ആ പൂജ ഹവനം മുതലായതൊക്കെ കഴിഞ്ഞ്
കുളിയും തേവാരവും ഒക്കെ കഴിഞ്ഞ് വരുന്ന ആൾ രോഗിയുടെ നെറ്റിയിൽ എണ്ണയോ നെയ്യോ പുരട്ടി കൊണ്ടുപോയി അത് തൂക്കുമ്പോൾ രോഗം മാറുമെന്ന് പറയപ്പെടും. ഇതിൻ്റെ ഇലകൾ അണ്ഡ ദീർഘായത ലഘുപത്രങ്ങൾ സമ്മുഖമായി വിന്യസിച്ചിട്ടുള്ളതാണ്. അങ്ങനെ സമ്മുഖമായാണ് വിന്യസിച്ചത്. അങ്ങനെയാണ് ഇലകൾ. ഇലയ്ക്ക് 15x7 സെൻറ്റിമീറ്റർ വരെ വലിപ്പം ഉണ്ടാവും. അറ്റം കൂർത്തതാണ്. ആധാരഭാഗം ഊന ഹൃദയ ആകാരത്തിലാണ്, തൂങ്ങിക്കിടക്കുന്ന ഹൃദയത്തിൻ്റെ ആകാരത്തിലാണ്. പത്രസീമാന്തം തരംഗിതമാണ്. പത്രഫലകം തടിച്ചതാണ്. ചെറുപ്പത്തിൽ ഇരുപുറങ്ങളിലും പശയുള്ള വെളുത്ത മൃദു രോമങ്ങളുള്ളത്, ചെറിയ ചെറിയ വെള്ള നിറത്തിലുള്ള രോമങ്ങളോടുകൂടിയത്, മങ്ങിയ പച്ച നിറത്തിലുള്ളത് ആണ്. പത്രവൃന്ദം കുറുകിയതാണ്. എല്ലാ കാലത്തും പൂക്കുന്ന എരിക്കിന് വസന്തം പ്രത്യേകിച്ചില്ല, ഏത് കാലത്തും പൂക്കും. ശരിയായ പൂക്കാലം, കൂടുതൽ പൂവുള്ള കാലം ഡിസംബർ മുതൽ മെയ് ജൂൺ വരെ മാസങ്ങളാണ്. ഇതത്ര സ്വീകാര്യമായി സ്വീകരിക്കേണ്ട. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പൂക്കൾ കാണുന്നത് ഏപ്രിലാണ്. എരിക്ക് നിറച്ച് പൂത്തൊലഞ്ഞ് നിൽക്കുന്നത് ഏപ്രിൽ മാസത്തിലാണ്. അതുകൊണ്ടാണ് ഡിസംബർ മുതൽ മെയ് വരെയുള്ളത് എന്ന് പറയുമ്പോൾ ഏപ്രിലും അതിൽപ്പെട്ടു. അതുകൊണ്ട് മറ്റ് സമയങ്ങളിലും ഇതിൽ നിറച്ച് പൂക്കളുള്ളത് കൊണ്ട് ഇതിനെ അത്രയങ്ങ് വിശ്വസിക്കേണ്ട. പല സമയത്തും കാണും. എന്നാലും ഏറ്റവും കൂടുതൽ ഏപ്രിലാണ്. ഏപ്രിൽ മാസത്തിലാണ് ഇത് പൂത്തൊലഞ്ഞ് നിൽക്കുന്നത്. ഇലകളുടെ കക്ഷങ്ങളിലെ ഛത്ര മഞ്ചരികളിൽ പൂക്കൾ അകന്നകന്ന് വിരിയുന്നത് നല്ല ഭംഗിയിലാണ്. എരിക്കിൻ്റെ പൂ കാണാൻ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ മൊട്ടുകൾ വലുതും കട്ടപ്പല്ലിൻ്റെ ആകൃതിയിലുള്ളതുമാണ്. അതായത് നമ്മുടെ അണപ്പല്ലിൻ്റെ ആകൃതിയിലുള്ള. ബാഹ്യദളപുടം 5 പാളികളോട് കൂടിയതാണ്. അവ ചുറ്റിക്കയറി കാണപ്പെടുന്നു. ദളങ്ങൾ വിരിയുമ്പോൾ പാളികൾ 5ഉം അകന്നു വിടരുന്നു. അതാണ് അതിൻ്റെ പ്രത്യേകത. ചുവട് യോജിച്ചിരിക്കുന്നു. അണ്ഡാകൃതിയിലുള്ള ദളപാളികൾക്ക് അഗ്രം പ്രാസകാകാരത്തിലും കേസരങ്ങൾ 5 ദളലഗ്നങ്ങളും ആയിരിക്കും. തന്തുക്കൾ കുഴലാകൃതിയിൽ കൂടിച്ചേർന്നവയും ആണ്. വെള്ളപ്പൂക്കൾ അല്പം പച്ച കലർന്ന വെള്ളയും ചുവപ്പിൻ്റേത് ചെറിയ തോതിലോ പൂർണ്ണമായോ വയലറ്റ് നിറമുള്ളതോ നീല നിറത്തിലുള്ളതോ ആകും. എന്നാൽ ഈ നീല കലരാത്ത കൃത്യമായ ചുവപ്പ് താന്ത്രിക മതത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ്. ഇത് അത്യപൂർവമാണ്. വളരെ അപൂർവമായി മാത്രമേ കാണാൻ കഴിയൂ. അവയെക്കുറിച്ചുള്ള അത്ഭുതങ്ങൾ തന്ത്ര സാധകരുടെ ഇടയിൽ അങ്ങേയറ്റം പ്രചാരം നേടിയിട്ടുണ്ട്. ചുവന്ന എരുക്കിനെ കുറിച്ചുള്ള അത്ഭുത കഥകൾ ചില്ലറയൊന്നുമല്ല. ഗ്രന്ഥങ്ങളിൽ അവിടെ ചില സൂചനകളേ ഉള്ളൂ. എങ്കിലും തന്ത്ര സാധകർ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള 2 അത്ഭുത സസ്യങ്ങളാണ് താന്ത്രിക ആരാധനയിൽ ചുവന്ന എരുക്കും നീല ഉമ്മവും. ഇത് രണ്ടുമാണ് ഏറ്റവും പ്രചാരത്തിലിരിക്കുന്നത്.
നീലയുമ്മം അല്ലെങ്കിൽ കറുത്തുമ്മം വളരെ പ്രചാരമുള്ളതാണ്. അതിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് ഒരുപാട് കഥകളുണ്ടാവും. അതുകൊണ്ട് അങ്ങനെയുണ്ട്. അത് കേട്ടാൽ അത്ഭുതപ്പെടേണ്ട, ഇഷ്ടം പോലെ ഉണ്ടെന്ന് സാരം. ചുവന്ന ഇനം ഒന്ന് രാജനിഘണ്ടുവിലും ഭാവപ്രകാശത്തിലും വിവരിക്കുന്നുണ്ട്. വേറെ ഗ്രന്ഥങ്ങളിൽ കണ്ടിട്ടില്ല. ദളങ്ങൾക്ക് 1.5 സെൻറ്റിമീറ്റർ വരെ നീളം വരും. കേസര തന്തുക്കളുടെ മുകളിൽ നിന്ന് കിരീടം പോലുള്ള ചുരുണ്ട പാദങ്ങളോടുകൂടിയ ചൂടകളുണ്ടാവും. ഓരോ പെൺപൂവിലും ഈ 2 ലവിത്രകബിംബങ്ങളുണ്ടാവും. അവ പച്ച നിറമുള്ളവയാണ്. അവ ചർമ്മിലമായ പുറന്തോടുള്ളവയും ഉള്ളിൽ ജാലിക നാരുകളുള്ളവയുമാകും. നെറ്റ് പോലെ ആകും. വിത്തുകൾ പരന്ന് അണ്ഡാകൃതിയിലുള്ളവയും തലപ്പത്ത് പഞ്ഞിക്കെട്ടുള്ളവയുമാണ്. അപ്പൂപ്പന്താടി എന്ന് പറയുന്നത് ഈ സാധനവും മറ്റേ വേലിപ്പരുത്തിയാണ് പൊതുവെ പൊട്ടിയാൽ അപ്പൂപ്പന്താടിയായിട്ട് പറക്കുന്നത്. ഇത് രണ്ടുമാണ് പൊതുവെ കണ്ടിട്ടുള്ളത്. വേറെ ഒരു സാധനമുണ്ട്, വള്ളിയായിട്ട് മോളിൽ പോയിട്ട് വലിയ പഞ്ഞിക്കായായിട്ട് അതിൽ നിന്ന് പൊട്ടി വീഴുന്നത്. അതും ഏതാണ്ട് അപ്പൂപ്പന്താടിയാണ്. ഇത് 3 പ്രധാനമായുള്ളത്. അത് ഉന്നം അപ്പൂപ്പന്താടി എന്ന് പറയാൻ പറ്റില്ല. കാരണം ഉന്നത്തിൻ്റെ കായും അതിൻ്റെ പഞ്ഞിയും തമ്മിൽ ബന്ധിച്ച് നിൽക്കുന്നില്ല, കാര്യമായി ബന്ധിച്ച് നിൽക്കുന്നില്ല. മറ്റേ ഇതിൻ്റെ കായ എടുത്തുകൊണ്ടാണ് ഇത് പറക്കുന്നത്. മനസ്സിലായോ എന്നറിയില്ല. ഇതിൻ്റെ കായ ഒരു പരന്ന കായ ഇങ്ങനെ വിടർന്നിരിക്കുന്ന നൂല് പോലുള്ളത് ഇങ്ങനെ ഊതി പറന്ന് പോകുന്നത്, കാറ്റത്ത് പറന്നു പോയി ദൂരെ വീഴുന്നത്. ഇത് അതുപോലെ തന്നെ വേലിപ്പരുത്തി അങ്ങനെ തന്നെയാണ്, ഇങ്ങനെ വളഞ്ഞിട്ടൊരു കായായിരിക്കും. അത് കൂടാതെ ഒരെണ്ണം കൃത്യമായ അപ്പൂപ്പന്താടിയായിട്ട് ഒരുപാട് കായോട് കൂടിയുള്ളത് ഉന്നത്തിൻ്റെ കാ പോലെ വലിപ്പമുള്ളൊരു കായുണ്ട്. അത് പൊട്ടി വീണ് കഴിഞ്ഞാൽ തോണി പോലെ 2 ഭാഗം കിട്ടും. കണ്ടിട്ടുണ്ടോയെന്നറിയില്ല. അത് വള്ളിയിലുള്ളതാണ്. അതൊക്കെ ഇപ്പം നിങ്ങളുടെ ഒന്നും പറമ്പിലുണ്ടാവാൻ വഴിയില്ല. കാരണം നിങ്ങൾ റബ്ബർ വെച്ച് കയറുകയല്ലേ, അവിടെയൊക്കെ കാണും. അവിടെ പിള്ളേർ പറത്തുന്നവയിൽ ഒന്ന് എരിക്കിൻ്റെ വിത്ത് വിതരണത്തിന് പ്രകൃതി ഒരുക്കിയ പഞ്ഞിയാണ്. കായുടെ മധ്യത്തിൽ കാണുന്ന വെളുത്ത ചരട് പോലുള്ള ഞരമ്പിൽ കുത്തനെ അടുക്കി പുറമെയുള്ള പഞ്ഞി കൊണ്ട് മൂടിയിരിക്കും. അങ്ങനെയാണ് കായിരിക്കുന്നത്. എരിക്കിൻ്റെ ഇലയ്ക്കും കറയ്ക്കും വമനമുണ്ടാക്കുന്ന മണമുണ്ട്. ഇലയ്ക്കുമുണ്ട്, കറയ്ക്കുമുണ്ട്. ഇതിൻ്റെ മണം അടിച്ചാൽ ഒരു ഛർദ്ദിക്കാൻ വരുന്ന മണം. രസം, എരിവ്, കയ്പ്, കടുതിക്തം. ഗുണം ലഘു, രൂക്ഷം, തീഷ്ണം, സരം. വീര്യം, ഉഷ്ണവീര്യം. വിഭാഗം, കടു, എരിവ്. രാസഘടകങ്ങൾ. വേരിൽ നിന്ന് തിക്തരസപ്രധാനമായ ചില രാസഘടകങ്ങൾ ഉണ്ട്, വേരിൽ നിന്ന് കിട്ടുന്നതായിട്ട്. ഇതിൻ്റെ പാല് സാധാരണ പശുവിൻ പാലും മറ്റും ഉറ കൂട്ടാൻ ആദിവാസികളൊക്കെ ആദ്യം ഉപയോഗിക്കുന്നതാണ്. ഇതിൻ്റെ കറയെടുത്ത് ഒഴിച്ചാൽ പാലുറ കൂടും. അതിന് കൂട്ടാൻ ഉപയോഗിച്ചു. തൈരില്ലാതെ വന്നാൽ കഴിക്കുമ്പോൾ അത്ര വലിയ വിഷമാണെന്ന് പറഞ്ഞുകൂടാ. വിഷമുണ്ടതിൽ. പാല് കുളിപ്പിക്കുന്നതിന് ഇതാണ് ഉപയോഗിച്ചിരുന്നത്. മഡർ, അൽബാ മഡർ, ഫ്ലാബിൻ, കറുത്ത അമ്ളം, റെസിൻ എന്നിവയെല്ലാം ഈ കറയിൽ അടങ്ങിയിരിക്കുന്നു. പ്രായം ചെന്ന ചെടികളുടെ വേരുകളിൽ കൂടുതൽ രാസഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഹൃദയത്തിൽ പ്രവർത്തിക്കുന്ന യൂസ്കരിൻ, കലാട്രോപ്പിൻ എന്നീ 2 ഘടകങ്ങൾ
ഇതിനകത്തുണ്ട്, എരിക്കിലുണ്ട്. അതുകൊണ്ടാണ് എരിക്ക് പൗരാണികർ വളരെ കൂടുതലായി ഈ ആവശ്യത്തിന് ഉപയോഗിച്ചു. കാണ്ഡത്തിൻ്റെയും വേരിൻ്റെയും തൊലിയിൽ അമേരിൻ, ജൈജാൻറ്റിയോൾ, കലാട്രോപ്പിയോൾ എന്നീ 3 രാസവസ്തുക്കൾ, ഇലയിലും തണ്ടിലും നൈട്രജനും സൾഫറും കൂടിയ ജൈജാൻറ്റിൻ എന്ന വിഷമുള്ള പാൽക്കറയുണ്ട്. അതാണ് വിഷം. അത് നൈട്രജനും സൾഫറും ചേർന്ന ഒന്നാണ്. അതിന് ജൈജാൻറ്റിൻ എന്നാണ് പേര്. അകുണ്ടാരിൻ എന്ന ഘടകവും ഇലയിൽ കാണും. ബീറ്റ സിസ്റ്റോസ്റ്റെറോൾ ഇലയിലും തണ്ടിലുമുണ്ട്. പൂവിൽ ബീറ്റ അമറിൻ, സ്റ്റിഗ്മാസ്റ്റെറോൾ എന്നിവയുമുണ്ട്. കറയിൽ പ്രോട്ടീസ്, കലാട്രോപ്പിൻ, F1 കലാട്രോപ്പിൻ, F11 എന്നിവയുമുണ്ട്. ഇതിൽ പ്രോട്ടിയോലിറ്റിക് എൻസൈമുകളും ധാരാളമാണ്. പൂക്കളിൽ എവാനിഡിൻ, റാംനോഗ്ലൗഡ് എന്നിവയുമുണ്ട്. ബീറ്റ റാംനോഗ്ലൗഡ് ഉണ്ട്. കറയിൽ ഉസാരിജനിൻ, സിറിയോജനിൻ, പ്രോസറോസൈഡ്, കലാട്രോപ്പാജനിൻ എന്നിവയും കാണാം. കറയിലും ഇലയിലും കാർഡനോലൈഡ്സ് ധാരാളമുണ്ട്. ഇതാണ് അതിൻ്റെ രാസഘടകങ്ങൾ. ആധുനിക വൈദ്യശാസ്ത്രം ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ആധുനിക വൈദ്യശാസ്ത്രം സസ്യങ്ങളെ പഠിക്കാൻ തുടങ്ങിയിട്ട് അധികകാലമായില്ല. ആധുനിക ബോട്ടണി വളരെ കുറഞ്ഞ കാലമേ ആയിട്ടുള്ളൂ. അപ്പം അനേക തരത്തിലുള്ള പഠനങ്ങൾ ഇപ്പം നടക്കുന്നേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഫാർമക്കോഗ്നോസി, ഫാർമക്കോളജി, ഫാർമസി ഒക്കെ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതിലെ അപകടകരമായ ഒന്ന്, ഒരു പഠനം നടത്തി ഒരു മൂലയിൽ എത്താറാവുമ്പോഴേക്ക് അതിനെ നിഷേധിച്ചുകൊണ്ടുള്ള അടുത്ത പഠനം വരുന്ന, കാശ് മുടക്കുന്ന ഒരു പരിപാടി മാത്രമായാണ് പലപ്പോഴും തീരുന്നത്. എന്ന് തന്നെയുമല്ല, ഇതിലെ വേർതിരിച്ചെടുക്കുന്ന ഘടകങ്ങൾ ഇപ്പോൾ പഠനവിധേയമാക്കുന്നത് പ്രാചീന വൈദ്യശാസ്ത്രങ്ങളിൽ ഇതുപയോഗിച്ചു എന്നുള്ളതിൻ്റെ രേഖകളാണ് ശേഖരിക്കുന്നത്. നിങ്ങളുടെയൊക്കെ കുട്ടികൾ പഠിക്കാൻ പോകുമ്പോൾ 5ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും ഒക്കെ പ്രോജക്റ്റ് എന്ന് പറഞ്ഞിപ്പോൾ ഒരു പരിപാടിയുണ്ട്. അത് കുട്ടികളെ ഉദ്ദേശിച്ചുള്ളതല്ല. അത് നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന വയസ്സിമാരിൽ നിന്ന് കിട്ടാൻ വേണ്ടിയുള്ള ഒരു തട്ടിപ്പ് പ്രോഗ്രാമാണ്. അത് വിദ്യാഭ്യാസത്തിൻ്റെ പുതിയ പദ്ധതിയിൽ പെടുത്തി കോടികൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായുള്ളതാണ്. ഇപ്പോൾ എരിക്ക് അതെന്തിനൊക്കെ ഉപയോഗിച്ചു? മരുന്നായി വല്യമ്മയോട് ചോദിച്ചു, എഴുതി കൊണ്ടുപോയി അവിടെ കൊടുത്തു. അപ്പോൾ ഇത് ഏത് ഘടകമാണ് എന്നറിയാൻ ഇതിലെ രാസഘടകം വേർപെടുത്തി. ഈ രാസഘടകം വെച്ച് ലോകത്ത് മരുന്നുണ്ടാക്കാനാവില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ രാസഘടകം അല്പേ ചെടിയിൽ നിന്ന് കിട്ടുള്ളൂ. അതുകൊണ്ട് ഉടനെ തന്നെ അത് സിന്തറ്റിക്കിലേക്ക് പോകും, ആ ഗവേഷണം. എന്നിട്ട് സിന്തറ്റിക്കിൽ നിന്നെടുത്ത് മരുന്നുണ്ടാക്കി കൊണ്ടുവന്ന് കച്ചവടം ചെയ്യും. സിന്തറ്റിക്കിൽ പിടികിട്ടാത്ത ഘടകവും ഇതിനകത്തെ പിടികിട്ടിയ ഘടകവും എന്ന് പറയുന്ന രണ്ടെണ്ണവും തമ്മിലുള്ള വ്യത്യാസത്തിനിടയിൽ പലതും രോഗം മൂർച്ഛിക്കുന്നതിന് കാരണമായി തീരും. ശാസ്ത്രത്തിൻ്റെ അന്തസാരവിഹീനമായ ഈ പണി കൊണ്ട് നിരന്തരമായ പ്രശ്നങ്ങളാണ് സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് കുറേയധികം സ്റ്റാറ്റിസ്റ്റീഷ്യൻസിനും കുറേയധികം എലിപിടുത്തക്കാർക്കും ഗിനിപ്പന്നി പിടുത്തക്കാർക്കും അതിനെ തീറ്റുന്നവർക്കും അതിൻ്റെ വേസ്റ്റ് ചുമക്കുന്നവർക്കും ഒക്കെ പണി കിട്ടാം എന്നതിന് കവിഞ്ഞ് രോഗികൾക്ക് പ്രയോജനമുണ്ടാകും എന്ന് വിശ്വസിക്കാനാവില്ല.
കോടികളുടേതാണ് ഇതിനകത്ത് നടക്കുന്ന തിരിമറികളും പരിപാടികളുമെല്ലാം. പിന്നെ ജനാധിപത്യമായതുകൊണ്ട് പാവപ്പെട്ടവൻ സോപ്പ് വാങ്ങിക്കുമ്പോഴും എണ്ണ വാങ്ങിക്കുമ്പോഴും കൊടുക്കുന്ന പൈസ കൊണ്ട് നടക്കും, മറ്റവൻ വെട്ടിപ്പും നടത്തും. നിങ്ങൾക്കിതൊക്കെ പറഞ്ഞാൽ ദേഷ്യവും വരും. ഇതാണ് അതിൻ്റെ പ്രായണ പദ്ധതി. എരിക്കിൻ്റെ പൂവ് വാതം, കഫം, കൃമി, കുഷ്ഠം, ചൊറി, വ്രണം, പ്ലീഹ, എകൃത്ത്, ഗുന്മം, രക്തപിത്തം, അർശസ്, മഹോദരം, വീക്കം, എലിവിഷം, പേപ്പട്ടി വിഷം എന്നിവയെല്ലാം ശമിപ്പിക്കും. ഒരെരിക്ക് വീട്ടുമുറ്റത്ത് വെച്ച് പിടിപ്പിച്ചാൽ എന്തെല്ലാം പ്രയോജനമുണ്ടെന്ന് നിങ്ങൾ എത്ര മക്കളെ വളർത്തി ഈ പ്രയോജനമുണ്ടോ? ദേഷ്യം എന്നോട് വരരുത്. അതിനേക്കാൾ പ്രയോജനം. എന്തെല്ലാം സാധനങ്ങൾ നിങ്ങൾ മേടിച്ചു വെച്ചിട്ടുണ്ട്, ഗുണ്ടാമാണ്ടികൾ, വല്ല പ്രയോജനമുണ്ടോ? ഇന്ന് പോകുമ്പോൾ എവിടുന്നെങ്കിലും ഒരു എരിക്കിൻ്റെ തണ്ട് കണ്ടിച്ചുണ്ട്. തണ്ട് കണ്ടിച്ചു വെച്ചാൽ മതി, കിളുക്ക് ഉണ്ടാവും. കൊണ്ടുപോയി കുഴിച്ചു വെച്ചാൽ മതി. വെള്ളയാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. എരിക്കിൻ്റെ പൂവ് വെറുതെ പറിച്ചെടുക്കുന്ന പൂവ് ഒരു ചോടവിടെ പറിച്ചു വെച്ചാൽ ഒരു പൈസയും മുടക്കണ്ട. വാതരോഗങ്ങൾ 80-നും നല്ലതാണ്. പഴയ ആളുകളത് ഇന്ദുപ്പ് ചേർത്ത് അന്തർധൂമമായി ഭസ്മീകരിച്ചെടുക്കും, എന്നിട്ട് ഒരു നുള്ളു വീതം കഴിക്കും. കഫത്തിന് വളരെ ഉത്തമമാണ്. വെറ്റിലയിൽ തേച്ച്, പൂവിൻ്റെ ദളം വെറ്റിലയിൽ അരച്ച് തേച്ച് ചവച്ചിറക്കുന്നവരുണ്ട്. ആസ്തമയൊക്കെ വന്നാൽ കഫക്കെട്ടെല്ലാം മാറും. അത് ചെറിയ അളവിൽ ആ വിഷമാണ് മരുന്നായിട്ട് നിങ്ങളെ രക്ഷിക്കുന്നത്. അതിനാണ് വെറ്റിലയിൽ കഴിയുന്നത്. കഫത്തിന് അത്യുത്തമമാണ്. കൽക്കണ്ടവും ചേർക്കാം, ജീരകവും. കൃമിരോഗങ്ങളിൽ അത്യുത്തമമാണ്. കൃമി എന്നിവിടെ പറയുമ്പോൾ എല്ലാ വൈറസും അമീബയും ബാക്ടീരിയയും എല്ലാം പോകാൻ നല്ലതാണ്. ത്വക്ക് രോഗങ്ങളിൽ അത്യുത്തമമാണ്. പുറകെ പറയൂ ഓരോന്നോരോന്നായി. ഞാനൊന്ന് ജനറലായിട്ട് ആദ്യം ഏതൊക്കെ രോഗം മാറും ഈ സാധനം കൊണ്ട് എന്നൊന്ന് കേട്ട് നിങ്ങൾക്കൊരു ജിജ്ഞാസ ഉണ്ടാകുമോ എന്ന് നോക്കുകയാണ്. എൻ്റെ അറിവിൽ വൈദ്യവിദ്യാർത്ഥികൾക്കും വൈദ്യന്മാർക്കും പോലും ഇതൊന്നും താല്പര്യമില്ലാത്ത കാര്യമാണ്. എന്തിനാ സ്വാമി ഇതിൻ്റെയൊക്കെ ഇല പറിക്കാൻ പോകും? 4 പാരസെറ്റമോൾ വാങ്ങിച്ചാൽ കൊടുത്താൽ പോവില്ലേ എന്ന് ആയുർവേദ ഡോക്ടർമാർ ചോദിക്കുന്ന കാലമാണ്. അവർക്ക് തന്നെ ഇതിനോടൊന്നും ഒരു താല്പര്യവും ഇല്ല എന്നുള്ളതാണ് എൻ്റെ അറിവ്. മിതമായി മിനിമം അലോപ്പതി ഡോക്ടർമാർ, ആധുനിക ഡോക്ടർമാർ ആയുർവേദത്തെ, ഹിമാലയ മുതലായ ഡ്രഗ് കമ്പനികളുടെ ആയുർവേദത്തെ ആശ്രയിക്കുന്നവരും മാക്സിമം ആയുർവേദക്കാർ അലോപ്പതി മരുന്നുകളെ ആശ്രയിക്കുന്നവരുമാണെന്നാണ് എൻ്റെ സ്ഥിതിവിവരക്കണക്കുകൾ. ശരിയോ തെറ്റോന്ന് ഇവിടെ ഇരിക്കുന്ന വൈദ്യന്മാർ തന്നെ സമ്മതിക്കുമോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ സമ്മതിക്കുമോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയാണ് കണ്ടുവരുന്നത്. ആയുർവേദം കർണാടകയിലാണ് പഠിച്ചതെങ്കിൽ പിന്നെ ആയുർവേദ മരുന്നൊന്നും കൊടുക്കുന്ന പ്രശ്നവും ഉദിക്കുന്നില്ല.
എന്തോ പറയുന്നുണ്ടെന്ന് തോന്നുന്നു. കർണാടകയിൽ കുട്ടിയെ ചേർക്കാൻ പോയത് ആരുമാണ് വർത്തമാനം പറയുന്നല്ലേ? ഇങ്ങനെയാണ് കണ്ടുവരുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം നോക്കിയല്ല ഞാൻ പറയുന്നതെന്നുള്ള പോരായ്മ എനിക്കുണ്ട്. അതായത് എല്ലാ തരത്തിലുള്ള വിസ്ഫോടങ്ങളും കളയുന്ന ഔഷധമാണ്. അതിന് ഓരോന്നിനും വിൽപ്പത്തിയുണ്ട്, ആ പദങ്ങൾക്കെല്ലാം. ഞാൻ പറഞ്ഞില്ല എന്നേ ഉള്ളൂ. കൃമി എല്ലാം, ത്വക്ക് രോഗങ്ങൾ മുഴുവൻ, കുഷ്ഠം, എല്ലാ കുഷ്ഠവും, എല്ലാ തരത്തിലുള്ള ചൊറിച്ചിലും ചൊറിയും വ്രണവും മാറും. പ്ലീഹാരോഗങ്ങളൊക്കെ മാറും. പ്ലീഹോദരം, ലുക്കീമിയയിൽ പ്ലീഹോദരം വളരെ പ്രധാനമാണ്. അതിന് സാധാരണഗതിയിൽ എരിക്കിൻ്റെ പൂവും ഇന്ദുപ്പും അരച്ച് വില്ലയാക്കി അന്തർധൂമമായി ഭസ്മീകരിച്ചെടുക്കും. എരിക്കിൻ്റെ ഇല ഭസ്മീകരിച്ച് എടുക്കും. അതിന് അർക്കപത്രം സലവണം എന്നാണ് പറയുന്നത്. പണ്ട് കോട്ടയ്ക്കലൊക്കെ ഉണ്ടാക്കി വിറ്റിരുന്നു. അന്ന് ഫലപ്രദമായി ലുക്കീമിയ തടയാനും കഴിഞ്ഞിരുന്നു. കോട്ടയ്ക്കലിന് ഈ സാധനം ഉണ്ടായിരുന്നു, ഈ മരുന്ന്, അർക്കപത്രം സലവണം. പക്ഷേ പിന്നീട് ആയുർവേദ മരുന്നുകൾ മേടിക്കാതായപ്പോൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് നിർത്തിയതാണെന്ന് തോന്നുന്നു. ഇപ്പോൾ പിന്നെ മുഴുവൻ ക്യാപ്സ്യൂളുമായെന്ന് തോന്നുന്നു. Am I right? എല്ലാം ക്യാപ്സ്യൂളുമായെന്ന് തോന്നുന്നു. കാരണം കോട്ടയ്ക്കൽ പ്രസിദ്ധമായ PS വാര്യരുടെ അടുത്ത തലമുറകളൊക്കെ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ അതിനിഷ്ണാതന്മാരായ പ്രഗത്ഭ ഡോക്ടർമാരാണ്. അതുകൊണ്ടായിരിക്കാം ഭാവിയെ കണക്കാക്കി കോട്ടയ്ക്കൽ സ്ഥാപനത്തെ ഏതാണ്ട് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ തരത്തിലുള്ള ഔഷധങ്ങളിലേക്ക് പരിണമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഈ നിഗമനം ശരിയാകണമെന്നില്ല, എന്നാലും മരുന്നുകൾ അങ്ങനെയായി വരുന്നുണ്ട്. ഓ, അങ്ങനെയുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞത് തെറ്റല്ല എന്ന് തോന്നുന്നു. പ്ലീഹാരോഗങ്ങളിൽ പ്ലീഹോദരം ലുക്കീമിയയുടെ ഒരു തലം പോലുള്ളതാണ്. അപച്ചി പ്ലീഹോദരം എന്നത് ലുക്കീമിയയുടെ ലക്ഷണങ്ങളൊക്കെ ഉള്ളതാണ്. അതിൽ എരിക്കിൻ്റെ പൂവ് വളരെ ഫലപ്രദമാണ്. ലിവർ, ഉദര രോഗങ്ങൾ, ലിവറിൻ്റെ രോഗങ്ങൾ, എകൃത്ത് രോഗങ്ങൾ, അതിൽ എരിക്കിൻ പൂ നല്ലതാണ്. ലിവർ സിറോസിസ്, അതിനൊക്കെ എരിക്കിൻ്റെ പൂ കഴിഞ്ഞേ ഔഷധമുള്ളൂ. ഒരു പൂ പറിച്ച് മാമ്പഴച്ചാറിലേക്ക് അരച്ച് ഒരു ജ്യൂസ് അങ്ങ് കൊടുത്തിട്ട് നേരെ കൊണ്ടുപോയാൽ SGPT SGOT ഒരു 110 നിന്ന് ഒരു 30-40 ഇടിച്ചിങ്ങി താഴും. അത്രയും ഫലപ്രദമാണ്. അതിനിത് തന്നെയായിട്ട് കൊടുത്തിട്ട് ഫലം കിട്ടിയിട്ടില്ല. മറ്റു പലതും ചേർന്നാവുമ്പോൾ ഫലം കിട്ടും. ഇത് ലിവറുമായി ബന്ധപ്പെട്ടതാണ്. SGOT ലിവർ ഫങ്ഷൻ ടെസ്റ്റ്. അപ്പോൾ എകൃത്ത് ഗുന്മം, അത് രക്തഗുന്മവും ഗുന്മവും രണ്ടും മാറും. രക്തപിത്തത്തിന് ഇത് വളരെ നല്ലതാണ്. പഴയ ആളുകൾ സ്ത്രീകളിലെയും മറ്റും രക്തം പോക്കിന് ഇതിൻ്റെ പൂവെടുത്ത് കൽക്കണ്ടം ചേർത്ത് അരച്ചു കൊടുക്കാറുണ്ട്. വളരെ വേഗം നിൽക്കും. അർശസിന് പൂവ് ഏറ്റവും നല്ലതാണ്. അർശോരോഗങ്ങളിൽ ഇതിന് സാധാരണ പഴയ ആളുകൾ ചെയ്യുന്നത്
അരച്ച് ശർക്കര ചേർത്ത് ലേഹ്യപാകമാക്കി കൊടുക്കുക, അർക്കത്തിൻ്റെ പുഷ്പാസവമാക്കി കൊടുക്കുക. ഇത് രണ്ടും ചെയ്യാറുണ്ട്. അർശസിന് ഫലമാണെന്ന് പറഞ്ഞാൽ വെരിക്കോസ് വെയിൻ പോവും, തീർച്ചയായും, ശങ്കിക്കാനൊന്നുമില്ല. മഹോദരത്തിനും വീക്കത്തിനും നല്ലതാണ്. പേപ്പട്ടി വിഷം ഇളകിക്കഴിഞ്ഞാലും മാറ്റാൻ കഴിവുള്ളതാണ് എരിക്കിൻ്റെ പൂവ്. വളരെ ഫലപ്രദമാണ്. എലി വിഷത്തിലും പേപ്പട്ടി വിഷത്തിലും നല്ലതാണ്. കഴിക്കുമ്പോൾ സൂക്ഷിക്കണം, അഗ്നിവർദ്ധകമാണ്, അതുകൊണ്ട് ദഹനം കൂടും. അഗ്നിസംവർദ്ധകമാണ്, കൂടും. അഗ്നിസംവർദ്ധകമാണ്, തീ കത്തും ഉള്ളിൽ. ജഡരാഗ്നിയെ മന്ദീഭവിപ്പിക്കുകയല്ല, ജഡരാഗ്നിയെ വർദ്ധിപ്പിക്കുന്നതാണ് സാധനം. അഗ്നിസംവർദ്ധകമാണ്. കഴിച്ചാൽ വളരെ നല്ലതാണ്. മലബന്ധമുണ്ടാക്കുകയും ചെയ്യും. അർശസ്സിൽ മലബന്ധമുണ്ടാക്കി അർശസ് മാറ്റുന്ന 2 ഔഷധങ്ങളാണ് ഏറ്റവും പ്രധാനം. ഒന്നിതും ഒന്ന് കാട്ടുചേനയാണ്. പല അർശോരോഗങ്ങളിലും കാണുന്നത് മലബന്ധം കൊണ്ടാണ് അർശസ്. അതിൽ മലം ഇളക്കിക്കളഞ്ഞാണ്, കടുക്ക മുതലായവയൊക്കെ കൊണ്ട് മലം ഇളക്കിക്കളഞ്ഞാണ് അർശസിന് ചികിത്സിക്കുന്നതെങ്കിൽ മലം ഇളകി അർശസ് കൂടി അവിടെയെല്ലാം വ്രണമായി, മല ഇളകുന്നത് കൊണ്ട് ഇത് ശുദ്ധമായി പോവില്ല. എല്ലായിടത്തും മലം പറ്റി അതിൻ്റെ കൃമികളുമൊക്കെയായി അളിഞ്ഞു നാറിയിരിക്കുന്ന ക്യാൻസറസ് വ്രണങ്ങൾ പോലെയാകുന്ന അർശോരോഗങ്ങളിൽ മലബന്ധമുണ്ടാക്കി ശുദ്ധമാക്കുന്ന 2 പ്രധാന ഔഷധങ്ങളാണ്. ഒന്ന് കാട്ടുചേന, 2 അർക്കം, എരിക്ക്. ഇതിങ്ങനെയൊക്കെ പഠിച്ചു വെക്കണം. അപ്പോഴാണ് ഒരാൾ വരുമ്പോൾ അറിയുന്നത്. കാരണം വെച്ചാൽ ഇത് മലബന്ധം കൊണ്ടല്ല, മലമൊക്കെ പോകുന്നുണ്ട്, പക്ഷേ അർശസാണ്. അപ്പം ഇതം കൊടുത്താൽ മതി. മാത്രമല്ല, ഉഷ്ണവീര്യമുള്ളൊരു വസ്തു കൊണ്ട് അർശസ് മാറുക എന്നതും എരിക്കിൻ്റെ ഏറ്റവും വലിയ ഗുണമാണ്. ഉഷ്ണവീര്യമുള്ളതാണ് പൈനാപ്പിൾ. ഒരു കഷ്ണം കഴിച്ചാൽ അർശസ് ഇരട്ടിയാവും, ബ്ലീഡിങ്ങും ഉണ്ടാവും. ഉഷ്ണവീര്യം ഉണ്ടായിട്ടും രക്തശ്രുതിയെ നിർത്തുന്ന ഒരൗഷധമാണിത്. ഇപ്പം ശീത വീര്യമുള്ള പദാർത്ഥങ്ങൾ കൊടുക്കാൻ പറ്റാത്ത രക്തസ്രാവങ്ങളിൽ, അതിൻ്റെ ആ ലോജിക്ക് മനസ്സിലായോ എന്നറിയില്ല. ഇങ്ങനെയൊക്കെയാണ് പണ്ട് ആയുർവേദത്തിൽ പഠിക്കുക. ഇപ്പോൾ സിലബസ് പൂർത്തിയാക്കാൻ നേരം 5 കൊല്ലം കൊണ്ട് കിട്ടുകയില്ലാത്തത് കൊണ്ടും പഠിക്കാൻ പിള്ളേർ ക്ലാസ്സിലിരിപ്പില്ലാത്തത് കൊണ്ടും അറ്റൻഡൻസ് കഴിഞ്ഞാൽ ജനലിൽ കൂടെ ചാടുന്നത് കൊണ്ടും. എന്താടാ ചിരിക്കുന്നത്? നീ 12th പഠിച്ച കാര്യം ഓർത്തു വന്നു അല്ലേ? ആയുർവേദം അല്ലെങ്കിലും കെമിസ്ട്രിയിൽ. അതുകൊണ്ടാണല്ലോ നിൻ്റെ കോളേജിനൊന്നും ജനലിന് അഴികളുണ്ടായിരുന്നല്ലോ. ചാടിപ്പോയാൽ ശമ്പളം മേടിക്കാൻ എളുപ്പമാണെന്ന് അധ്യാപകർക്കും അറിയാവുന്നു. NSS കോളേജിലല്ലായിരുന്നു അവിടെ. ഞെട്ടിയോണെന്ന് അതുകൊണ്ടല്ല, അയ്യര് പഠിച്ച കോളേജിന് ജനലേ ഉണ്ടായിരുന്നു. എല്ലാം നുണ പറഞ്ഞതല്ല, ഏറ്റവും പ്രാചീന കോളേജാണ്. അത് ഓരോരോ കെട്ടിടങ്ങളാണ്. സാറുമാർ തന്നെ അവിടെ ചെന്ന് പറ്റാൻ പ്രയാസമായിരുന്നു. അതിലേറ്റവും നല്ല കെട്ടിടം ആ ഫോട്ടോഗ്രാഫിക് ക്ലബിലെന്ന സ്ഥലവും ലൈബ്രറിയാണ് അല്ലേ? അത് വളരെ വിജനവും. അതുകൊണ്ടാണ് അയ്യര് ചിരിച്ചത്. അയ്യർ ആ സമയത്തൊക്കെ അണ്ണാംകുന്നിൻ്റെ നെറുകെ കൂടെ ഇങ്ങനെ സഞ്ചരിച്ച് നടന്ന കാര്യം ഓർത്താണ്. ക്ലാസ് അവിടെ നടക്കും, ബാഗ് ഷോയുടെയൊക്കെ. ബാഗ് ഷോ ഉണ്ടായിരുന്നു, ബാഗ് ഷോ ഉണ്ടായിരുന്നു. ബാഗ് ഷോ പോയി കഴിഞ്ഞാൽ ബാഗ് ഷോ ഉണ്ടായിരുന്നില്ല. ആസ്ക്രിത്ത് പോയി കഴിഞ്ഞാണ്
ബാക്ക് ഷോ ഇല്ല. ആസ്ക് വിത്ത് പ്രിൻസിപ്പൾ ആയിരുന്നപ്പോഴല്ല വിളിച്ചത്. അല്ല, ഞാനോർത്ത് അയ്യർ പഠിക്കുമ്പോൾ ആസ്ക് വിത്ത് പ്രിൻസിപ്പൽ ആയിരുന്നു എന്ന് വിചാരിച്ചു. അല്ല, ഓ വെളിച്ചം അല്ലേ? റൈറ്റ്, അത് ഞങ്ങൾക്കറിയാവുന്ന ഭാഷ. ഞാനവിടെ അയ്യരുടെ സീനിയറായിരുന്നു, അതുകൊണ്ട് പറഞ്ഞതാ. പറഞ്ഞാൽ അവന് മനസ്സിലാവില്ലേ? അദ്ദേഹത്തിൻ്റെ എല്ലാവരും കേസ് പോകും. അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽഷിപ്പിനല്ലേ കേസ് പോകും. കേസ് പോകുന്നത് മാനേജ്മെൻറ്റുമായിട്ട്. തോന്നുന്നു. സുശ്രുത മതമനുസരിച്ച് കഫ പിത്ത ശമനമാണ്. കഫവും പിത്തവും രണ്ടും ശമനം. ഇത് പൂവിന് മാത്രമല്ല, സുശ്രുതം പറഞ്ഞ ഈ ഗുണങ്ങൾ എരിക്കിൻ്റെ എല്ലാ അംശത്തിനും, ഇലയ്ക്കും തണ്ടിനും പൂവിനും വേരിനും കായ്ക്കും എല്ലാ അംശത്തിനും ഉണ്ടെന്നുള്ളതാണ്. കറ, അടുത്തത് കറ. കൃമി, കുഷ്ഠം, ഗുന്മം, അർശസ്, മഹോദരം എന്നിവയ്ക്കൊക്കെ നല്ലതാണ്. ശർക്കര ചേർത്തരച്ച് കൊടുത്താൽ പൂവ് ഏറ്റവും ഫലപ്രദമാണ്. ദിവസം 2 പ്രാവശ്യം കൊടുത്ത. കാരണം ലോകത്തിലെ ഏറ്റവും വൈറസ് സിംപ്ലക്സ്, ഏറ്റവും സിമ്പിൾ വൈറസാണ് റാബീസ് വൈറസ്. ഈ പറഞ്ഞ പോലെ പേടിക്കാനുള്ളതൊന്നുമില്ല. അതിൻ്റെ ചികിത്സ ഗവൺമെൻറ് തടഞ്ഞു വെച്ചതാണ് ചാകാൻ വേണ്ടി. എല്ലാ വർഷവും 5-10 പേര് ചാകുന്നുണ്ട്. റാബീസ് വളരെ സിമ്പിളായിട്ടുള്ള വൈറസാണ്. ലോകത്ത് 2 പേർ മരുന്നില്ലാതെ റാബീസിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇളകിക്കഴിഞ്ഞ് റാബീസിനെ ഇളക്കി ചികിത്സിക്കുന്ന ഒരു വൈദ്യൻ പട്ടാമ്പിയിലോ മറ്റോ ഉണ്ടായിരുന്നു കേരളത്തിൽ അടുത്ത കാലം വരെ, ഒരു 10 കൊല്ലം മുമ്പ് വരെ. വേലായുധൻ വൈദ്യർ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ മകനാ മരുന്നെല്ലാം അറിയാം. വേലായുധൻ വൈദ്യർ ലൈസൻസുള്ള വൈദ്യനായിരുന്നു. വൈദ്യൻ മരിച്ചു കഴിഞ്ഞ് മകനാ ചികിത്സ ചെയ്യാനായിട്ട് ഒരുങ്ങിയ വേളയിൽ ബാക്കി ഡോക്ടർമാരുടെയും പോലീസുകാരുടെയും നിരന്തരമായ പ്രശ്നം കൊണ്ട് അദ്ദേഹം ചികിത്സ നിർത്തി. എന്നാൽ ഏതെങ്കിലും വൈദ്യന്മാർ ചെന്ന് സൂത്രത്തിൽ അത് പഠിച്ചെടുക്കാൻ തയ്യാറായിട്ടുണ്ടോ? അതുമില്ല. വളരെ ഭംഗിയായി അറിയുന്നയാളാണ് വേലായുധൻ വൈദ്യർ. ഇതിനുള്ള ഏറ്റവും പ്രസിദ്ധങ്ങളായ 2 മരുന്നുകളാണ്. ഒന്ന് നമ്മൾ നേരത്തെ പഠിച്ച കാഞ്ഞരം, 2 എരിക്ക്, പേപ്പട്ടി വിഷത്തിന്. വേറെ ഒരുപാട് മരുന്നുണ്ട്. ചെറുമുല്ല ഏറ്റവും നല്ല ഔഷധമാണ്. ഇതിനോടൊന്നും വരില്ല. ഇതിനേക്കാൾ ഫലപ്രദമായി പറയാവുന്നതാണ് അങ്കോലം. അതൊക്കെ നമ്മൾ അന്നേരം സൂചിപ്പിച്ചാന്ന് തോന്നുന്നു കാഞ്ഞരം എടുത്തപ്പോൾ എന്നാണ് എൻ്റെ ഓർമ്മ. നിങ്ങളിതൊക്കെ ഓർത്തിരിക്കുകയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അങ്കോലത്തിൻ്റെ വേര് കഷായം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പേപ്പട്ടി വിഷം, പേപ്പട്ടി കടിച്ച വിഷം മാറും. ഇപ്പോഴത്തെ ഈ എരിക്കിൻ്റെ ഒരു ചെറിയ ഇല മതി വൈറൽ ഫീവർ. വൈറൽ ഫീവർ എന്ന് പറയുന്നതൊക്കെ തട്ടിപ്പാണ്. ജോസിൻ്റെ നാട് മഴ വന്നാൽ അള്ളി പുള്ളിയാകുന്ന നാടാണ്. ആം ഐ റൈറ്റ്? വെള്ളം അധികം ഉണ്ടായിട്ടില്ല. കുണ്ടും കുഴിയും ഒക്കെയായി കിടക്കുന്ന പ്രദേശമാണ്. അരീക്കുഴയല്ലേ? പിന്നെ അവിടെ ആകുമ്പോൾ അല്ല. അപ്പം ആ പ്രദേശങ്ങളിൽ സാധാരണഗതിയിൽ ധാരാളം പശുക്കളുണ്ട്, സസ്യങ്ങളുണ്ട്. മഴ പെയ്യുമ്പോൾ അവയൊക്കെ ഉത്സാഹത്തിലാണ്, തിമിർപ്പിലാണ്. പഴയ കാലത്ത് ഈ മഴയുണ്ടാകുന്നത് ജൂൺ 1-ാം തീയതിക്ക് മുമ്പ് അങ്ങ് പെയ്യാൻ തുടങ്ങും. മഴ പെയ്യുന്നതും സ്കൂള് തുറക്കുന്നതും ഒരുമിച്ചാണ്. മനസ്സിലായി? അന്നേരം ഈ മിസ്റ്റർ രാമകൃഷ്ണനൊക്കെ ഇടത്തെ കാലുകൊണ്ടൊരു ചവിട്ടി വിട്ടും വെള്ളത്തിലോട്ട്, ചെളി വെള്ളത്തിലോട്ട്. താറിട്ട റോഡില്ല.
അവിടെ കിടങ്ങൂരൊക്കെ ടാറിട്ട റോഡില്ല, ഇടവഴികളും കുണ്ടുകുഴികളും ഒക്കെയാണ്. അപ്പം നല്ലപോലെ വെള്ളം നിറഞ്ഞ് കിടക്കുമ്പോൾ നല്ല നിക്കറും ഒക്കെ ഉണ്ട്, വള്ളി നിക്കറും ഒക്കെ ഉണ്ട്. വള്ളി നിക്കർ കണ്ടിട്ടുണ്ടോ? ഇല്ല. കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്ക് പതുക്കെ ഇടത്തേക്കാലം കൊണ്ട് ചവിട്ടങ്ങ ചവിട്ടുമ്പോൾ ഈ വെള്ളം പാളിയായിട്ട് പൊന്തും. അന്നേരം വലത്തേക്കാലും ഇടയ്ക്ക് ഒരു അടിയടിക്കും മറ്റവൻ്റെ പുറത്ത് കൊള്ളാൻ. അങ്ങനെ കളിച്ചിരിച്ച് നടന്ന കാലത്ത് ഒരു പനിയില്ല, മണ്ണാങ്കട്ടയില്ല. ഇത് നിങ്ങളുടെ മാധ്യമങ്ങളും ഡോക്ടർമാരും വിദേശ കുത്തകകളുടെ മരുന്ന് വിൽക്കാൻ വേണ്ടി ആദ്യം തന്നെ പനി വരുന്നേ, പുലി വരുന്നേ, പുലി വരുന്നേ എന്ന് പറയുന്ന പോലെ പനി വരുന്നേ, മഴ പെയ്യുന്നേ എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച്. കാരണം എന്താ വെച്ചാൽ മന്ത്രിമാർക്ക് ഫ്ലക്സ് ബോർഡ് മഴക്കാലത്ത് വെക്കാൻ പറ്റൂല, ആരും കാണുകയില്ല. മത നേതാക്കന്മാർക്ക് ഇറങ്ങി തുള്ളാൻ പറ്റൂല. മനസ്സിലാവുമോ എന്നറിയില്ല. റബ്ബർ വെട്ടാൻ പറ്റില്ല, 10 ചക്രം ഉണ്ടാക്കേണ്ട റബ്ബർ വെട്ടാൻ ഒക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മഴ ഇല്ലാതിരിക്കണം. അതിന് മഴ വരാതിരിക്കാൻ വേണ്ടി മഴയ്ക്കെതിരായൊരു മനസ്സും ഭാവനയും സമഷ്ടിയിൽ ഉണ്ടാക്കാൻ പത്രങ്ങളും മാധ്യമങ്ങളും ഒക്കെ ശ്രമിച്ച് മനുഷ്യന് ഏറ്റവും ആരോഗ്യമുണ്ടാകുന്ന മഴക്കാലത്തെ വികൃതമാക്കി തീർക്കുകയാണ് ഇന്ന് ചെയ്യുന്നത്. വിവരമുണ്ടെങ്കിൽ നിങ്ങളുടെ പിള്ളേരെ, കാരണം പഴയ കാലത്ത് മഴയങ്ങോട്ട് പെയ്യുമ്പോൾ പുതുമഴയിലേക്ക് ഇറങ്ങി ഒന്ന് തുള്ളുമ്പോൾ ആ മണ്ണിൻ്റെ ഗന്ധവും പുതുമഴയൊക്കെ ആയിട്ട് ഒന്ന് കുളിച്ച് കയറുമ്പോൾ സകല രോഗം പോവും. ദേഹത്തുള്ള ആ വേനൽ കുരുക്കളും ബഹളവും എല്ലാം പോവും. കാലിൻ്റെ ഇടകളിലെ വ്രണങ്ങളും കാലിൻ്റെ ഇടയിലുള്ള പൂപ്പലും ആ ബഹളവും എല്ലാം ഫംഗസും ഒക്കെ പോയി ഒരുമാതിരി ശുദ്ധമാവും. അന്ന് ഈ സോപ്പും കോപ്പും ഒന്നുമില്ല. മനസ്സിലായോ? ഇത് പഴയ കാലം, അന്ധക്കാലം. ഇവൻ മഴ നനയരുത്, മഴയത്തിറങ്ങരുത്. എന്താ ആലോചിക്കുന്നു? ഞാൻ പറഞ്ഞത് നുണയാണോ? നിങ്ങൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിച്ചിരിക്കുന്ന മഴ നനയരുത്, വെള്ളത്തിലിറങ്ങരുത്, ചെളി പറ്റരുത്. സനുവിൻ്റെ തലച്ചോറിനകത്ത് ഇതിനെല്ലാം പ്രകൃതിപരമായതിനെല്ലാം എതിര്. അതിൽ നിന്നുള്ള ഭാവനയിൽ ഉണ്ടായതായി മാരക രോഗമെല്ലാം. ഇത് പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങൾ കുഴിച്ചു മൂടുകയും ഇത് തെറ്റായി പ്രചരിപ്പിക്കുന്നവനെ പിടിച്ചു നാല് കൊടുക്കുകയും ഒക്കെ ചെയ്യാനുള്ള തൻ്റെയുള്ള ചെറുപ്പക്കാരുണ്ടാകണം നാട്ടിൽ. അതാ ഇതിനുള്ള പരിഹാരം. അതെങ്ങനെ ഉണ്ടാകുന്ന? പിണ്ണാക്ക് കൊടുത്ത് വളർത്തിയല്ലേ ഇതിനെയൊക്കെ. ദേഷ്യം വരുന്നുണ്ടല്ലേ? അമേരിക്കൻ പാലും പുണ്ണാക്കും കൊടുത്ത് മക്കളെ വളർത്തിയിട്ട് ഇതൊക്കെ ഉണ്ടാകുകയില്ല എന്നുള്ള കാര്യം എനിക്കും അറിയാം. പിന്നെ ഞാനതിന് വളർത്താൻ പോയില്ലല്ലോ എന്നുള്ള സമാധാനത്തിൽ അയച്ചിരിക്കുന്നത്. എന്താ ജോസ്? ഞാൻ പറഞ്ഞത് നുണയാണോ? കയ്യിൽ ഏതാണ്ടൊരു വിസ്തൃതി പറയാനറിയുന്നത്. എന്താ ശകല എടുത്തു കൊടുത്താൽ മതി. തരി തിളപ്പിച്ച് വെള്ളം കുടിക്കാൻ കൊടുത്താൽ മതി. കറ, കൃമി, കുഷ്ഠം, ഗുന്മം, അർശസ്, മഹോദരം എന്നിവയ്ക്കൊക്കെ നല്ലതാണ്. പക്ഷെ കറയ്ക്കൊരു കുഴപ്പമുണ്ട്, വിരേചനീയമാണ്. ശ്രേഷ്ഠ വിരേചന ഔഷധങ്ങളിലൊന്നാണ് എരിക്കിൻ്റെ കറ. പഴയ അമ്മമാർ ഈ എരിക്കിൻ്റെ കറയോ ഇലയോ ഇല പിഴിഞ്ഞ നീരോ ഉപയോഗിച്ച് എണ്ണ കാച്ചി വെക്കും ചെവിയിൽ തൂളിക്കാൻ. ചെവിവേദനയ്ക്ക് ഇത്രയും നല്ല ക്ഷാരതൈലം എന്നാണ് അതിന് പറയുക. എരിക്കിൻ കറ കൊണ്ട് എണ്ണ കാച്ചി വെക്കുക. ഏത് ചെവിവേദനയും പോകും. 1970കളിൽ സ്പെഷ്യലൈസേഷൻ രംഗപ്രവേശം ചെയ്ത് 75 കേരളത്തിലെ മാധ്യമങ്ങൾ അമ്മമാർക്ക് വിലക്കേർപ്പെടുത്തി ചെവിയിൽ എണ്ണ ഒഴിക്കരുത്.
ENT സ്പെഷ്യലിസ്റ്റിനെ കണ്ടിട്ട് മാത്രമേ എന്തും ചെയ്യാവൂ. ഇപ്പം ചെവിയുള്ള പിള്ളേരില്ല. ഏതാണ്ട് ഒക്കെ പറയുന്നുണ്ട്. ചീത്ത വല്ലുവാ പറയുന്നതെങ്കിൽ ഉറക്കെ പറയുക. അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ഇങ്ങനെ ഈ മുരളുന്നുണ്ട്. മറ്റത് അമ്മമാർക്കറിയാം, ആ ചുവന്ന മുളക്, അതും ക്ഷാരമാണ്. ആ മുളകിൻ്റെ ഞെട്ടിങ്ങോട്ട് ഊരിയിട്ട് അതിനകത്തോട്ട് എണ്ണ നിറച്ച് ആ കനലിലേക്കൊന്ന് കാണിച്ച് ആ ചെറു ചൂടോടെ ചെവിയിലേക്കൊന്ന് ഒഴിക്കും. എന്നിട്ട് ഏറ്റു പോടാ കളിക്കടാന്ന് പറയും. അത്ര തന്നെ. കുരു കളഞ്ഞിട്ട് അത് പോവില്ല. കുടലിക്ക് പോരുമ്പോഴേക്ക് പോരും. കഴിയുമ്പോൾ അതിനകത്തൊരു എണ്ണ നിറച്ച് ഒന്ന് ചൂട് കാണിച്ച്, ചെറുതായി ഒന്ന് ചൂട് കാണിക്കുകയുള്ളൂ, നേരെ ഒഴിക്കും. അപ്പോഴേ പോവും. ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് എത്രയോ കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ടിരുന്നു. ഇന്ന് എത്ര എണ്ണാണ് അതും ഓപ്പറേറ്റ് ചെയ്ത് ഇതും ഓപ്പറേറ്റ് ചെയ്ത് ആ ഉപകരണവും വെച്ച് ഈ ഉപകരണവും വെച്ച് നേരാംവണ്ണം കേൾക്കാതെ നേരാംവണ്ണം കാണാതെ ശാസ്ത്രീയമായി ജീവിച്ച് ഇന്ദ്രിയങ്ങളൊക്കെ നഷ്ടപ്പെട്ടിങ്ങനെ പോകുന്നു. തള്ള ചൊല്ലാവാവൽ കിഴുക്കനാമ്പൂടെന്ന് പറഞ്ഞ പോലെ കർണശൂലയ്ക്ക് ഇത് വളരെ ഉത്തമമാണ്. ഇലയ്ക്കും വാതഹരത്വമുണ്ട്. പാർഷണിശൂലയിൽ, പാർഷണിശൂല എന്ന് പറഞ്ഞാൽ കാലിൻ്റെ അടി വേദനിക്കുക, മുള്ളു കൊള്ളുന്ന പോലെ. കണ്ടിട്ടുണ്ടോയെന്നറിയില്ല. അതിന് തറ ചൂടാക്കിയിട്ട് എരിക്കലയിട്ട് അത് വേർക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ചവിട്ടിയാൽ മതി. കല്ല് കാച്ചുന്നതിന് നല്ലതാണ്. പാർഷണിശൂല എന്ന് പറയുന്നത് കല്ല് കാച്ചുന്നതല്ല, വാദവികാരം കൊണ്ട്. ആണിയുമല്ല. ആണിക്ക് ഇതിൻ്റെ കറയൊഴിച്ചാൽ മതി. ആണിക്ക് ആ ആണിത്തുള്ളിലേക്ക് ഇതിൻ്റെ കറയങ്ങ് ഒഴിച്ചാൽ ബ്ലഡ് ഉൾപ്പെടെ ഇങ്ങി പോരും. മുള്ളു കൊണ്ടാലും ഒഴിച്ചാൽ ബ്ലഡ് ഉൾപ്പെടെ ഇങ്ങി പോരും. കുഴിനഖത്തിന്, ആ കുഴിനഖമുള്ള നഖത്തിൻ്റെ ഇടയിലേക്ക് ഒരു തുള്ളി ഒഴിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. കണ്ണിങ്ങനെ വെച്ചുകൊണ്ട് ഒഴിക്കരുത്. ഇവിടുന്ന് ബ്ലഡും കറയും കൂടെ തെറിച്ച് കണ്ണിൽ വീഴും. കണ്ണിൽ വീണാൽ, കറ വീണാൽ ഒരു ഇച്ചിരി പണിയും. കാരണം ബ്ലഡ് തെറിക്കും, നിശ്ചയമാണ്. അതോടുകൂടി ആ രോഗവും പോവും. ഇങ്ങനെ കർണശൂലയ്ക്ക് ഉത്തമമാണ്. ഇലയ്ക്ക് വാതഹരത്വമുണ്ട്. ഇല ഇട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് ആവി പിടിച്ചാൽ വാതരോഗങ്ങൾ പോകും. നടുവേദന, കാലുവേദന, കൈവേദന, കാലുകിഴപ്പൊക്കെ പോവും. രോഗികൾ ഇടയ്ക്ക് കയറി ഇരിപ്പുണ്ട്. ഒരു ചോദ്യം ചോദിക്കരുത്, എന്താ സ്വാമി അതൊക്കെ എഴുതി തരാത്തത് എന്ന് ചോദിച്ചാൽ, കാരണം 10 രൂപ നിങ്ങൾക്ക് ചിലവാകുകയില്ലാത്തതുകൊണ്ട്. എന്താ ചിരിക്കുന്നത്? ഞാൻ നുണ പറഞ്ഞാണോ? തലയെക്കൂടെ ഒന്നും ഒഴിക്കരുത്. എന്തിനാ? അതെ, ചൂടുവെള്ളം അല്ലെങ്കിലും തലയിൽ ഒഴിക്കരുത്. തലയിൽ തണുപ്പിച്ചിട്ടേ ഒഴിക്കാം. ചൂടുവെള്ളം തലയിൽ ഒഴിക്കുന്നത് കണ്ണിന് നല്ലതല്ല. മേലൊക്കെ ഒഴിക്കാം. പിന്നെ പാരമ്പര്യത്തിൽ ശീലമുള്ളവരാണെങ്കിൽ ഒഴിക്കാം. അങ്ങനെയുള്ളവർ തിളച്ച വെള്ളത്തിൽ കുളിക്കുന്നവരൊക്കെ ഉണ്ട്. ആ തിളച്ച വെള്ളത്തിൽ തലയിലൊഴിച്ച് കുളിക്കുന്നവരുണ്ട്. എനിക്ക് പരിചയമുള്ളവരുണ്ട്. അത് ശീലമാണ്. അതിനെ ജനറലായി പറയാൻ പറ്റില്ല. വാതഹര ദ്രവ്യങ്ങളിലൊന്നാണ്. പഴയ വീടുകൾ നോക്കിയാൽ അറിയാം, ഈ ബീഡി വെട്ടുന്ന ഇലയും ഈ എരിക്കലയും കൂടെ തിളപ്പിച്ചാണ് പലപ്പോഴും എല്ലാ വേദനയ്ക്കും ആവി പിടിക്കുന്നത്. ഒരു വെള്ളം തിളച്ചുകൊണ്ടിരിക്കും, ഒരു തോർത്ത് രണ്ടറ്റത്ത് പിടിച്ച് അതിലേക്ക് മുക്കി ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞ് എല്ലാം അടിച്ച് വീണ്ടും പിഴിഞ്ഞ് അടിച്ച് ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവും. 2 പ്രാവശ്യം ചെയ്യുമ്പോഴേക്ക് ഏത് വെല്ലുമെയ്യും ഏറ്റ് നടക്കും പഴയ ആളുകൾ. ഇന്ന് അതിന് പകരം ഉള്ള വോളിനിയും മറ്റതുമൊക്കെ പുരട്ടി അതിൻ്റെ പുറത്ത് പിന്നെ വെള്ളം ഒഴിച്ച് തിളച്ച് പൊള്ളി നാനാവിധമായി. അത് കഴിഞ്ഞ് പിന്നെ
വീണ്ടും പോയി പാരസെറ്റമോൾ 2 അടിച്ച് അതിൽ നിൽക്കാതെ വരുമ്പോൾ അടുത്ത സാധനം അടിച്ച് ഇതെല്ലാം കഴിഞ്ഞ് വളഞ്ഞും പിരിഞ്ഞും തിരിഞ്ഞും വരുമ്പോൾ ഇനി ഇവിടെ രക്ഷയില്ല, ഇനി കൊണ്ടുവെക്കോ, ഇനി ആയുർവേദം കാണിച്ചു നോക്ക് എന്ന് അവസാനം ചാകാറാവുമ്പോൾ പറയുമ്പോൾ ഇതിനെ വളഞ്ഞതിനെയും പിരിഞ്ഞതിനെയും ഒക്കെ എടുത്തുള്ള ആയുർവേദ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരും. ഇല്ല, ഞാൻ അങ്ങനെ പറയുന്നില്ല. ഇങ്ങനെ കൊണ്ടുവരും. ഇതാണ് വളരെ രസകരമായ കളി. ഈ നേരത്ത് ആകെപ്പാടെ 10 എരിക്കിൻ്റെ ഇലയിട്ട് വെള്ളം തിളപ്പിച്ച് ഒന്ന് ആവി പിടിച്ചാൽ മതി. കണ്ണിൻ്റെ തലയിലല്ല ആവി പിടിക്കുന്നത്. ഇത് ആവി പിടിക്കുന്നത് കാലിൽ കയറി. താനെന്തിനാ ഇപ്പം ഈ തലയിൽ ആവി പിടിക്കുന്നത്? ആവി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ പാത്രത്തിലോട്ട് കവന്ന് കിടക്കുന്ന ആവിയല്ല, തുണി മുക്കി ആവി പിടിക്കുന്ന കാര്യമാണ്. എനിക്ക് മനസ്സിലായത് കൊണ്ടാണ് ഞാനതൊന്ന് രസിപ്പിച്ചേക്കാമെന്ന് വിചാരിച്ചതാണ്. ഇങ്ങനെയുള്ളവരെ കൈ കിട്ടുമ്പോഴല്ലേ നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റുന്നത്. അതെ, അത് കണ്ണിന് പ്രശ്നമാവും. അതിന് അവിടെയല്ല ആവി പിടിക്കുന്നത്, തുണി കൊണ്ടല്ലേ. മനസ്സിലായി? നല്ലപോലെ കിഴിയായിട്ട് പിടിച്ചാലും മതി. വേര്, കഫം, വായുമുട്ടൽ, ശ്വാസം മുട്ടൽ പോലെ വായുമുട്ടൽ. തുറന്നിട്ടു. ചുമ, ചുമയ്ക്ക് വേര് വളരെ നല്ലതാണ്. അതിസാരം, വയറിളക്കം. പീനസം, പീനസത്തിന് നല്ലതാണ് വേര്. പ്രവാഹിക, അതായത് കോളറ വന്ന പോലെ നീർത്തരിപ്പ്, വെള്ളമായി വയറിളകുക. രക്തപിത്തം, രക്തം പോകുന്നതിനാണ് പറയുന്നത്. ശീതപിത്തം, ഗ്രഹണി, അശൃന്തരം, വെള്ളപോക്കും രക്തം പോക്കും. തേള എന്നിവയുടെ വിഷം, കഫജരോഗങ്ങൾ, ഇവിടെയൊക്കെ ഉത്തമമാണ് വേര്. സ്വേദനമാണ്, ഛർദിപ്പിക്കുന്നതിൽ ശ്രേഷ്ഠമാണ്. എരിക്കിൻ്റെ പൂവിന് മാത്രമാണ് മധുരരസമുള്ളത്. അതുകൊണ്ട് പൂവ് ഗുരുവുമാണ്. മലബന്ധവും മറ്റംഗങ്ങൾക്കില്ല. എരിക്ക് ഉത്തംസവർഗത്തിൽപ്പെട്ട വിരേചനീയ ദ്രവ്യമായാണ് ആയുർവേദം പറയുന്നത്, പൂവൊഴിച്ച്. ഇതിൻ്റെ പാല്, കറ ഉപവിഷങ്ങളിൽപ്പെട്ടതാണ്. അർക്കക്ഷീരം, സ്നുഹിക്ഷീരം, കള്ളിപ്പാലയുടെ കറ, കള്ളിക്കറ, എരിക്കിൻ്റെ കറ, കള്ളിയുടെ കറ, ലാങ്കുലി കരവീരകഃ ഗുഞ്ചാഹിഭേനോ ധർത്തൂര സപ്തോപവിഷജായതയ എന്ന് ഭാവപ്രകാശം ഉപവിഷങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ പാല് കിട്ടാതെ വന്നാൽ നീരും ഉപയോഗിക്കാം. അർക്കപർണാദി പയസോ അഹ്യഭാവേ തദ്രസേ മതഃ എന്ന് ഭാവപ്രകാശകാരൻ പറയുന്നതാണ് പ്രമാണം. ഇനി ഇതിൻ്റെ പേരുകളുടെ വ്യുൽപ്പത്തി. അർക്കാഹ്വഹ, അർക്കൻ എന്ന് പേരുള്ളത് സൂര്യൻ്റെ എല്ലാ പര്യായങ്ങളും എരിക്കിന് ഉപയോഗിക്കാവുന്നതാണ്.
ഈ പര്യായങ്ങളൊക്കെ പണ്ടുള്ളവരുണ്ടാക്കിയിട്ടുള്ളത് ഇതെല്ലാം ശ്ലോകരൂപത്തിൽ പദ്യരൂപത്തിലാണ് എഴുതിയിട്ടുള്ളത് ആയുർവേദം. അപ്പം അതിനാ വൃത്തവുമൊക്കെ ചേരാൻ ഓരോ സമയത്തും പദങ്ങൾ ഒരുപാട് വേണ്ടി വരും. അവരെല്ലാം നല്ല കവികളും കൂടിയായിരുന്നു. അതുകൊണ്ട് കാണാതെ പഠിച്ചു വെക്കാനും ഉപയോഗിക്കാനും ഒക്കെ എളുപ്പമുണ്ടായിരുന്നു. ആ പഠന രീതി പാടെ നശിച്ചു കഴിഞ്ഞു. ഇന്നത് മനസ്സിലാകുന്നവർ തന്നെ ചുരുക്കം. അതാണ് അതിൻ്റെ കുഴപ്പം. അർക്കാഹുവ, അർക്കൻ, സൂര്യൻ, എല്ലാ പര്യായങ്ങളും എരിക്കിൻ്റെ പര്യായങ്ങളാണ്. വസുഖഹ, തേജസ്സിൻ്റെ ഇരിപ്പിടമെന്നാണ് അർത്ഥം. അതതിൻ്റെ പ്രയോഗം കൊണ്ടുവന്ന പേരാണ്. ആസ്ഫോദഹ, സ്ഫുടി വികസനെ, അസ്ഫോട എന്ന് പാഠാന്തരം. ഗണരൂപ, അനേകം സ്വരൂപമുള്ളത്, അനേക അവാന്തര വിഭാഗങ്ങളെയും സൂചിപ്പിക്കുന്നു. വികിരണ, നിറയെ പൂക്കളുള്ളത്. മന്ദാരഹ, മന്ദാഗ്നികളെ ഔഷധത്വേന പ്രാപിക്കുന്നത്. അർക്കവർണ, ആദിത്യനെ പോലെ തീഷ്ണങ്ങളായ ഇലകളുള്ളത്. ഇങ്ങനെയെല്ലാം അതിൻ്റെ വ്യുൽപ്പത്തി. ചരകപ്രകാരം, സുശ്രുതപ്രകാരം നമ്മൾ കണ്ടു, ഇത് ഉത്തം സവർഗമാണ്. ചരകപ്രകാരം ഭേദനീയ ഗണത്തിൽ വമനോപകം സേതോപകം ആണ്. വമനത്തിനും സ്വേദിപ്പിക്കുന്നതിനും അത് രണ്ടിടത്തും ഒരുപോലെയാണ്. സുശ്രുതമതം അർക്കാദി ഗണത്തിലാണ് പെടുന്നത്. ഇതിൻ്റെ ദോഷകർമ്മം കഫവിത്ത ശമനമാണ്. കഫത്തെയും പിത്തത്തെയും ശമിപ്പിക്കും. വെളുത്ത എരിക്കിന് കഫവാത ശമനത്വവും ഉണ്ട്. ഇതിൻ്റെ സ്ഥാനിക കർമ്മങ്ങൾ ബാഹ്യമായി വേദനാസ്ഥാപനം, ശോഭഹരം, വ്രണശോധനം, കൃമികൃതം എന്നിവയാണ്. കൃമികളെ കൊന്നുകളയുക, വ്രണങ്ങളെ ശോധിച്ചുണക്കുക, നീര് വറ്റിക്കുക, വേദനകളെ ഇല്ലാതാക്കുക. ഇത്രയും ഇതിൻ്റെ കർമ്മമാണ്. ആഭ്യന്തര കർമ്മം, ഇത് ബാഹ്യകർമ്മമാണ്. പുറത്ത് വേർപ്പിക്കുക, പിഴികുത്തുക, അരച്ചിടുക ഒക്കെ ചെയ്താൽ കിട്ടുന്ന ഗുണങ്ങളാണ് ആദ്യം പറഞ്ഞത്. ആഭ്യന്തര കർമ്മമാവട്ടെ പചനം, ദഹിപ്പിച്ചെടുക്കുക, ഛർദികൃതം, ഛർദിപ്പിക്കുക, ദീപനം, അഗ്നിയെ ജ്വലിപ്പിക്കുക, കൃമിഘ്നം, അകത്തുള്ള കൃമികളെ ഇല്ലാതാക്കുക എന്നിവയാണ്. ഇത് രക്തപരിവഹന സഹായിയും ശോഭഹരവും ഹൃദയ ഉത്തേജകവുമാണ്. രക്തത്തിന് കട്ടി കൂടുമ്പോൾ നിങ്ങൾ വാർഫൊക്കെ മേടിച്ചാൽ കഴിക്കുന്നത്, അത് കഴിച്ചാൽ മതി. വളരെ കൂടിയ രക്തപരിവഹന സ്വഭാവിയാണ്, ശോഭഹരമാണ്, ഹൃദയ ഉത്തേജകമാണ്, രക്തപിത്ത ശമനവുമാണ്. രക്തപരിവാഹിയും രക്തപിത്ത ശമനകാരിയും. അങ്ങനെ മരുന്ന് കുറവാണ്. പൈൽസ് ഉള്ളവരും രക്തപിത്തമുള്ളവരും ഒക്കെ വാർഫും മറ്റും കഴിച്ചാൽ രക്തസ്രാവം ഉണ്ടാകും. ഇവിടെ തന്നെ അറിയാമെന്ന് തോന്നുന്നു. കാരണം ഹാർട്ടിനുള്ള മരുന്ന് കഴിക്കുന്നവരുടെ കണ്ണ് ദാനം ചെയ്തെങ്ങാനും എടുക്കാൻ പോയാൽ ചത്ത് കഴിഞ്ഞാലും രക്തം ഒഴുകിക്കൊണ്ട്. അപ്പോഴാ ബന്ധുക്കൾ ചത്തില്ല എന്ന് പറഞ്ഞ് വലിയ ബഹളമുണ്ട്. അത് ഇവിടെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. പിന്നെ അവിടെ കിടന്ന് അടിയൊക്കെ ഉണ്ടാവും. ഡോക്ടറെ തല്ലാനൊക്കെ തുടങ്ങും. അതിന് കാരണം നിങ്ങൾ കഴിക്കുന്ന മരുന്നിൻ്റെയാണ്. വാർഫ് മുതലായ മരുന്നുകളുടെ പ്രോത്രോംബിനിൽ വരുത്തുന്ന മാറ്റമാണ്. എന്നാൽ ഇത് രക്തപരിവാഹിയും
അതേസമയം രക്തപിത്ത ശമനകാരിയുമാണ്. അതാണ് എരിക്കിൻ്റെ ഏറ്റവും വലിയ ഗുണങ്ങളിൽ ഒന്നായി പറയാവുന്നത്. അതൊക്കെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ഒരു വൈദ്യൻ ഉപയോഗിക്കുമ്പോൾ അത്ഭുതങ്ങളാണ് ഉണ്ടാകുന്നത്. അത്ഭുത മരുന്നുകൾ എന്ന് പറയാവുന്നത് അവയൊക്കെയാണ്. എനിക്ക് ഇത് കഴിച്ചപ്പെട്ടെന്ന് പറഞ്ഞു, ഇത് ഏറ്റവും വലിയ ഹൃദ്യമാണ്. ഹൃദയോത്തേജകമായ ഔഷധങ്ങളിൽ ഒന്നാണ് എരിക്ക്. ബുദ്ധി ഉണ്ടാകാൻ എരിക്കിൻ്റെ പഞ്ചകം പൊടിച്ചു വെച്ച് പിള്ളേർക്ക് കൊടുത്താൽ മതി. ഈ ഓട്ടിസമൊക്കെ പമ്പ കിടക്കും. അർക്കപഞ്ചകം, ഇല, പൂവ്, കായ, തണ്ട്, മനസ്സിലായില്ല? 5 എണ്ണം. അതിൽ കായ എടുക്കണ്ട, ബാക്കിയുള്ളതെല്ലാം എടുത്താൽ മതി. എടുത്ത് പൊടിച്ചു വെച്ചാൽ മതി. നല്ല മൂത്ത എരിക്കിൻ്റെ വേരിൻ്റെ തൊലി പൊടിച്ചു വെച്ചിട്ട് നല്ല സാരസ്വത ഘൃതത്തിൽ അല്പം പൊടിയിട്ടെങ്കിൽ ചാലിച്ചു കൊടുത്താൽ മന്ദബുദ്ധി കവിത എഴുതും. ആ പരുവത്തിലെത്തും. കഴിച്ചു നോക്ക്. ഫലം കിട്ടിയാവെന്ന് പറ. ഹൃദയ ഉത്തേജകമാണ്. ഏറ്റവും നല്ല ഉത്തേജകങ്ങളിൽ ഒന്നാണിത്. ശ്വാസഹരവും കഫനിസാരകവും ജ്വരകണവുമാണ്. ശ്വാസം മുട്ടൽ, ആസ്തമ പോവും, കഫത്തെ കളയും, പനിയില്ലാതാക്കും. ഇപ്പോൾ ഉള്ള പനികളെല്ലാം പോകുന്നത് വളരെ നല്ലതാണ്. വേരിലെ തൊലിയുടെ ചൂർണം 500 മില്ലിഗ്രാം മുതൽ 1 ഗ്രാം വരെ കഴിയാം. കറ 0.75 ml മുതൽ 1 ml വരെ കഴിക്കാം. 75 ml അല്ല, 0.75 ml, 1 മില്ലിയുടെ 1/4 ഭാഗം. നീറ്റുമുറകളിൽ എരിക്ക് അതീവ പ്രധാനമാണ്. കറയാണ് അവിടെ ഉപയോഗിക്കുന്നത്. നീറ്റുമുറകൾക്ക് സിദ്ധയിൽ കറ വളരെ പ്രധാനമാണ്. ചീരകവെള്ളത്തിൽ കുഴിച്ചും കൊടുക്കുക. 1 ഗ്ലാസ് ചീരവെള്ളം എടുക്കുക, ഒരു തുള്ളി അങ്ങ് ഒഴിക്കുക, നല്ലോണം ഇളക്കുക, ഒറ്റ കുടി കുടിക്കുക. അല്ല പിന്നല്ലാതെ മിക്സ് ചെയ്തിട്ടും കൊടുക്കാം, പൊള്ളൽ പോവും. മാക്സിമം ചെറിയ തുള്ളി. ഒരു തുള്ളി എന്നൊക്കെ പറയുമ്പോഴേ നിങ്ങളായോണ്ടായി പേടി. ചോദ്യം ചോദിക്കുന്നയാളെ പണ്ട് ഒരു പഴം കഴിച്ചു, എന്ത് പഴമാടാന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ ഒരു ചക്കപ്പഴം എന്ന് പറഞ്ഞ വാർത്തയാണ്. അപ്പോൾ ഒരു തുള്ളി എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലായില്ലേ? സ്വാമി ഒരു തുള്ളി എഴുതി, തിമ്മണി വലിയ തുള്ളി. ഇവിടെ ഇരിപ്പുണ്ടൊരു മാന്യൻ, അവൻ ഒരു ടീസ്പൂൺ എടുത്ത് കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ അവൻ്റെ വീട്ടിൽ ചായ എടുക്കുന്നത് ചിരട്ടത്തവി കൊണ്ടാണ്, അതാണ് ടീസ്പൂൺ. അത് ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്നിട്ട് എന്താ നീ വല്ലാതെ ഇരിക്കുന്ന നീയാണെന്ന് ഞാൻ ഇവർക്ക് പറഞ്ഞു കൊടുത്തില്ലല്ലോ. അവസാനം പറയുന്നത് ഡോസ് കൂടിപ്പോയി. അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കണം. കൃമിരോഗങ്ങൾക്ക്, അതായത് വൈറസ്, അമീബ, ബാക്ടീരിയ രോഗങ്ങൾക്ക് വൈദിക കാലത്ത് തന്നെ കീർത്തി കേട്ട ഔഷധമാണ് എരിക്ക്. ശോഭം, ചൊറി, കുഷ്ഠം, വ്രണം, പ്ലീഹ എന്നീ രോഗങ്ങൾക്ക് നന്നാണ്. ശ്ലീപദം, മന്ത്, ശ്ലീപദം, മന്ത്, ആമവാദം,
എന്നിവകളിൽ എരിക്കില ചൂടാക്കി വെച്ച് കെട്ടാം. എരിക്കിൻ സ്വരസത്തിൽ നിന്ന് കാച്ചിയെടുക്കുന്ന തൈലം അഭ്യംഗം ചെയ്യാം. കർണശൂലത്തിനും ഈ എണ്ണ മതിയാവും. പത്രചൂർണം, ഇലയുടെ പൊടി വ്രണശോധനത്തിന് നന്നാണ്, ചുമ്മാ തൂളി കൊടുത്താൽ മതി. ഗണ്ഡമാല, ഗ്രന്ഥി എന്നിവകൾക്ക്, കഴുത്തിൽ വരുന്ന മുഴകൾക്ക് എരിക്കിൻ പാൽ ലേപനം ചെയ്യുക. കുഷ്ഠത്തിൽ എരിക്കിൻ പാൽ കടുകെണ്ണ ചേർത്ത് പുരട്ടാം. കഷണ്ടിക്ക് എരിക്കിൻ പാൽ ലേപനം ചെയ്താൽ മുടി കിളുക്കാറുണ്ട്. നോക്ക്, പരീക്ഷിച്ച് നോക്ക്. ഉണ്ടല്ലോ, പിന്നെ ഇപ്പം എന്തിനാ പേടിക്കുന്നത്? മൈതാനം പോലല്ലേ കിടക്കുന്നത്. പറമ്പിൽ എരിക്കും നിൽക്കുന്നു, നമ്മുടെ തല മൈതാനം പോലെയായിരിക്കും. നീ പിന്നെ പരട്ടി കൊടുത്താൽ പോരെ? പരട്ടിയാൽ മതി. അപ്പോഴാ തൊലിയുടെ അടിയിൽ നിന്ന് കഷണ്ടി എന്ന് പറയുന്ന ഒരിക്കലും അതിൻ്റെ രോമങ്ങൾ വരുന്ന ആ ഉള്ളിലെ രോമം പോവില്ല. അത് മുകളിൽ വെച്ചേ പോവുള്ളൂ. അപ്പോൾ എത്ര കൊല്ലം കഴിഞ്ഞാലും പോവില്ല. അസാധ്യ കഷണ്ടിയിലും ആ ഉള്ളിലുള്ളത് പോവില്ല. അപ്പോൾ അതിന് 10 കൊല്ലം കഴിഞ്ഞ കഷണ്ടിക്ക് ആ തൊലിക്കടിയിലേക്ക് ഒരു കോർട്ടിസോൾ ഇഞ്ചക്ഷൻ കൊടുത്താൽ പിറ്റേ ദിവസം മുടി കിളുക്കും. കോർട്ടിസോളിൻ്റെ സൈഡ് എഫക്റ്റ് ഉണ്ടാകുമെന്നേ ഉള്ളൂ. അതിൽ എരിക്കിൻ്റെ കറ, പഴയ ആളുകൾ ചെയ്യുന്ന 3 മരുന്നുകളൊന്ന് വേപ്പെണ്ണ കണ്ടിന്യൂസ് ആയിട്ട് തേക്കുക, മുടി വരും. വേപ്പെണ്ണ തേച്ച് മിനുസം പോയ തലമുടിയിൽ പാറോത്തിൻ്റെ ഇല കൊണ്ട് തിരുമ്മി എരിക്കിൻ്റെ കറയും പാറവും എന്ന് പറയുന്നത് തേരകത്തിൻ്റെ ഇല കൊണ്ട് ഉരച്ച്, പഴയ കാലത്ത് തടി ഉരുമാൻ ഉപയോഗിച്ച്. ഏതാ വിവരം അറിയും? ചുമ്മാ പറ്റുമോ? വിവരം അറിയും. കാരണം വെച്ചാൽ ഈ രോമങ്ങൾ പോയിടത്ത് പാറവത്തിൻ്റെ ഇല കൊണ്ട് പതുക്കെ ഉരസിയിട്ട് സാധാരണ ചെയ്യുന്നത് ഞെട്ടാവലിൻ്റെ ഇല അരച്ച് പരട്ടുകയാണ്. 24 ലോകവും കാണും. ആ ഞെട്ടാവലിൻ്റെ ഇലയിലാണ് എരിക്കിൻ്റെ കറ സ്വല്പം ചേർത്തരച്ച് പൊതിഞ്ഞങ്ങ് വെച്ചാൽ പോയ മുടി കിളുക്കും. അത് ശങ്കയില്ലാത്ത കാര്യമാണ്. പരീക്ഷിച്ച് നോക്കുക. നഷ്ടമൊന്നുമില്ലല്ലോ. പൂന്താനം പറഞ്ഞ പോലല്ലേ കിടക്കുന്ന മൈതാനമായിട്ടില്ലേ? പൂന്താനല്ലേ ഇവിടെ? പൂന്താനല്ലേ ഇവിടെ? 2-4 ദിനം കൊണ്ടൊരുത്തൻ്റെ മണ്ട മൈതാനമാക്കുന്നതും അല്ലേ? കണ്ടങ്ങിരിക്കും തലമുടി കണ്ടില്ലെന്ന് വരുത്തുന്നതും ഭവൻ, 2-4 ദിനം കൊണ്ടൊരുത്തൻ്റെ മണ്ട മൈതാനമാക്കുന്നതും ഭവാനെന്ന് പൂന്താനമല്ലേ പാടിയ അല്ലേ? അപ്പോ ഇത് എരിക്കില ലേപനം ചെയ്താൽ മാറും. പല്ലുവേദനയ്ക്ക് പഞ്ഞി മുക്കി വെച്ചാൽ വളരെ വേഗം മാറും കറ. സർപ്പവിഷത്തിൽ എരിക്കിൻ വേരിൻ്റെ നീര് കുരുമുളക് ചേർത്ത് കഴിച്ചാൽ മതി. പാമ്പ് കടിക്കും. വേര്, ആ വേര് പിഴിഞ്ഞ നീര്, കുത്തി പിഴിഞ്ഞ നീര് കുരുമുളക് ചേർത്ത് കഴിക്കും. പൊതുവെ മൾട്ടി വെനമിന് പറയുന്നതാണ് എരിക്കിൻ്റെ പേര്. അർക്കക്ഷീരദളപ്പുച്ചി പ്രതാപക്ഷീരകണ്ഠക വിക്ഷീരോ ഭാസ്കരക്ഷീരീ ഖർജഗ്ന ശിവപുഷ്പക ഭഞ്ജനക്ഷീരവർണീ സ്യത് സവിതാ വികീരണ.
സൂര്യാഹ്വശ്ച സദാ പുഷ്പോ രവിരസ്ഫോടകസ്തഥാ ശൂലഫല സുഖഫലോ വിംശാദിശ്ച സമാഹ്വയ ശുക്ലർക്കസ്തപന ശ്വേതപ്രതാപ ശ്വസിതർക്കഃ സുപുഷ്പശങ്കരാദിസ്യാത് അർത്യർക്കോ വൃതമല്ലിക രാജർക്കോ വസുഗോളർക്കോ മന്ദാരോ ഗണരൂപക കാഷ്ടീലശ്ച സദാപുഷ്പോ ജ്ഞേയോത്ര സപ്തസംഹിത. രാജനിഘണ്ടുകാരൻ ഇങ്ങനെയെല്ലാമാണ് അർക്കത്തെ പറയുന്നത്. ഇതിൻ്റെ ഏതാണ്ട് അർത്ഥമൊക്കെ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളിലുള്ളതുകൊണ്ട് അർത്ഥത്തിലേക്ക് പോകേണ്ടി വരുന്നില്ല. അർക്കസ്തു കടുരുഷ്ണശ്ച വാദജിത് ദീപനീയകഃ. ഇത് ഞാൻ ചൊല്ലുന്നത് ഞാൻ നിങ്ങളോട് ഉണ്ടാക്കി ഇപ്പം കണ്ടുപിടിച്ചതോ ഇപ്പം പഠിച്ചതോ അല്ല. ഇതൊക്കെ വളരെ പ്രാചീനർ എഴുതി വെച്ചതാണെന്നൊന്ന് ഓർമ്മിപ്പിക്കാൻ കൂടെയാണ്. കാരണം ഇതിൻ്റെ ബഹുമാനമൊന്നും എന്നോട് വേണ്ട. ഇതൊന്നും ഞാൻ കണ്ടുപിടിച്ചതല്ല, ഞാനിത് കോപ്പി അടിച്ചതാണ്. ഇത് പഴയ ആളുകളുടെയാണ്, സംസ്കൃതത്തിൽ അവരെഴുതി വെച്ചതാണ്. ഇതൊക്കെ എഴുതി സുന്ദരമായി കൈത്തന്ന് മര്യാദയ്ക്ക് ജീവിക്കും മക്കളെ, സുഖമായിട്ട് മരിക്കാം എന്ന് പറഞ്ഞു തന്നതാണ്. കേൾക്കാത്തവനൊക്കെയാണ് തെണ്ടിത്തിരിഞ്ഞ് തിരുവലംകുട്ടി ഈ പരുവത്തിച്ചാകുന്നത്. ലോകത്തൊരു സംസ്കാരവും അതിൻ്റെ സന്തതി പരമ്പരകൾക്ക് വേണ്ടി കാര്യമായി ഒന്നും സമ്പാദിച്ചു വച്ചിട്ടില്ല. കയറിക്കിടക്കാൻ വീടും കഞ്ഞി കുടിക്കാൻ പുരയിടവും മര്യാദയ്ക്ക് പ്രകൃതിയും മാത്രമല്ല പൂർവികരുണ്ടാക്കി തന്നത്. അടങ്ങാത്ത ആനന്ദത്തിൻ്റെ സമ്പത്തും ഉണ്ടാക്കി തന്നു. അത് മുഴുവൻ കളഞ്ഞു കുളിച്ച് അവസാനം മലന്ന് കിടന്ന് തുപ്പുന്ന പോലെ ജീവിക്കുന്നൊരു തലമുറ. അത് ഓർമ്മിപ്പിക്കാൻ കൂടെയാണ് ഞാനിത് സംസ്കൃതത്തിൽ ചൊല്ലുന്നത്. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും ഇങ്ങനെയൊക്കെ പൂർവികരെഴുതി നല്ല ഭാഷയിൽ പഠിച്ചിട്ട്. അർക്കസ്തു കടുരുഷ്ണശ്ച വാദജിത് ദീപനീയകഃ ശോഭവ്രണഹര കണ്ടു കുഷ്ഠകൃമി വിനാശനഃ. അതൊക്കെ കേൾക്കുമ്പോൾ അറിയാൻ നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് പറയുന്നത്. ശ്വേതർക്ക കടുതിഷ്ണോഷ്ണോ മലശോധനകാരകഃ മൂത്രകൃച്ഛ്രാസ്രശോഭാർത്ഥി വ്രണദോഷ വിനാശനഃ രാജർക്ക കടുതിക്തോഷ്ണ കഭമേദോ വിഷാപഃ വാദകുഷ്ഠവ്രണാൻ ഹന്തി ശോഭ കണ്ടു വിസർപ്പനുത്. രാജനിഘ അർക്കസ്യാദസ്ഫോടോ വികീരണോലോർക്ക പുഷ്പശ്ച ക്ഷീരിണ്യാദിത്യാഹുവ സുരൂപിണീ ദുഗ്ധിനീ സുഖഫലശ്ച സയേവ ക്ഷീരവർണ്ണശ്ച വിക്ഷുരോ ദുഗ്ധികാദത ഏകൈഷികേതി വിജ്ഞേയ ശബ്ദൈ പര്യായ വാചകഃ അന്യോളർക്കോ തെർക്കോ രാജർക്ക ശ്വേതപുഷ്പകഃ ശ്വേതർക്കോ മന്ദാരോ വസുകോ ഗണരൂപികഃ സദാ പുഷ്പി ശിവശേഖരശ്ച വൃക്ഷോ വസുപ്രദോ ദീർഘപുഷ്പശ്ച ശിവമല്ലികാശുകശ്ച പ്രതാപ സാഖ്യോ മഹാപശുപതിസ്യ അഭിജ്ഞാനമഞ്ജരി. അർക്കദ്വയം സരം വാദകുഷ്ഠ കണ്ടൂ വിഷവൃണാൻ നിഹന്തി ഗുൽമാർശ ശ്ലേഷ്മോദര സകൃത്കൃമീൻ അലർക്ക കുസുമം വൃശ്യം ലഘുദീപന പാചനം അരോചക പ്രസേകാശ കാസശ്വാസ നിവാരണം രക്താർക്ക പുഷ്പം മധുരം സതിക്തം കുഷ്ഠകൃമിഘ്നം കഫനാശനഞ്ച ക്ഷീരമർക്കസ്യ തിക്തോഷ്ണം സ്നിഗ്ധം സലവണം ലഘു കുഷ്ഠഗുൽമോദരഹരം ശ്രേഷ്ഠമേതദ്വിരേചനം. ഭാവപ്രകാശ്. അർക്കസ്യ പുഷ്പം മധുരം സതിക്തം കുഷ്ഠം കൃമിഘ്നം കഫനാശനം ച
അഘോർ വിഷം എലിവിഷം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആഖു എലി. വിഷം ഹന്തി ച രക്തവിത്തം സംഗ്രാഹി ശോഭേജഹിതം സഗുൽമേ അളർക്ക കുസുമം വൃശ്യം ലഘുപാചന ദീപനം അരോചക പ്രസകേർശ കാസശ്വാസ നിബർഹണം അർക്കക്ഷീരം സ്നുഹിക്ഷീരം സ്നിഗ്ധം വാ കടുകം ലഘു ഗുൽമാദീനം കുഷ്ഠിനം ചാവി തഥൈവ ഉദരരോഗിണം ശ്രേഷ്ഠമേതദ് വിരേകാർത്ഥേ ചാന്യേ ദീർഘരോഗിണഃ ക്ഷീരമർക്കസ്യ തിക്തോഷ്ണം സ്നിഗ്ധം സലവണം ലഘു കുഷ്ഠ ഗുൽമോദരഹരം ശ്രേഷ്ഠമേതദ് വിരേചനം കൈഡര്യാദി നിഘണ്ടു. എരിക്കില ശമിപ്പിക്കും വാദത്തെയും കഫത്തെയും നന്നേറ്റം കർണശൂലയ്ക്കും ദീപനത്തിനും ഉത്തമം. വെള്ളയിരിക്കിൽ ആ കാസശ്വാസാഗ്നി സദാ മഹോദരം ഗുന്മപ്രമേഹ കുഷ്ഠഞ്ച കഫവാദങ്ങൾ ശോഭവും കൃമി എന്നിവയുണ്ടായാൽ അവറ്റിൻ്റെ വിനാശകൃത് പൂവിനും ഗുണമീവർണം വേർവിരേചനമായി വരും. എരിക്കിൻ പൂവെലിവിഷം കൃമീ കുഷ്ഠഞ്ച നാശയത് ഗുണപാഠം രക്തർക്ക പുഷ്പം മധുരം സശീതം കുഷ്ഠകൃമിഗ്നം കഫനാശനം ച അർശോവിഷം ഹന്തി ച രക്തപിത്തം സംഗ്രാഹി ഗുൽമൈശ്വ ഇതം തതത് തന്വന്തരീന്ന് കണ്ടു. കഫവാദ ഹരാതിക്ത കൃമികുഷ്ഠ നിവാരിണി ദുഷ്ടവ്രണ ഹരാതീഷ്ണ സദാ പുഷ്പി വിഷാപഹ തീഷ്ണോ വിഷഘ്നോ ഭൂതഘ്നോ മന്ദാര കപവാദ രൂപികായ ഗുണൈസ്തുല്യ പ്ലീഹഘ്നോ രക്തഗുൽമനുത് മദനപാല നിഘണ്ടു. ഇത്രയും നിഘണ്ടുക്കളും നോക്കാം. ഇതുകൂടാതെ വേറെ ഒരുപാട് നിഘണ്ടുക്കളുണ്ട്. അതിൽ ചിലതെടുത്ത് ചൂണ്ടിക്കാണിച്ചു എന്നേ ഉള്ളൂ. അതിലെ ചുവന്ന ഇരിക്കെന്ന് പറയുന്ന നീല ഇരിക്കിൻ്റെ ഭാഗങ്ങൾ വിഷമുള്ളതാണ്. വെള്ള ഇരിക്കിനും വിഷമുണ്ട്. ഇത് വളരെ ചെറിയ തോതിലേ ഉള്ളൂ. അതിൻ്റെ പ്രതിവിഷവും അറിഞ്ഞിരിക്കണം. എനിക്ക് കഴിച്ചു, ഇപ്പോൾ തുള്ളി കൂടിപ്പോയി. അതാണ് ആദ്യം അറിയേണ്ടത്. നീല അമരി ഇല പിഴിഞ്ഞ നീര്. ബാക്കി ഒന്നും എഴുതിയെടുത്തില്ലെങ്കിലും ഇതോർത്ത് വെക്കണം. എലിക്കല കഴിച്ചാൽ വിഷം വന്നാൽ നീല അമരി ഇല പിഴിഞ്ഞ നീര് 1 ടീസ്പൂൺ 3 നേരം കഴിച്ചാൽ മതി. 1 ടീസ്പൂൺ 3 നേരം 1-2 ദിവസം കഴിക്കുമ്പോൾ അങ്ങ് പോവും. പഞ്ചസാര വെള്ളത്തിൽ കലക്കി കഴിച്ചാൽ ഈ വിഷം പോവും. വളരെ എളുപ്പമാണ്. ആവണക്കെണ്ണ ശുദ്ധി ചെയ്ത് 1 ടീസ്പൂൺ 2 നേരം കഴിച്ചാൽ എരിക്കിൻ്റെ വിഷം പോവും. ഒരു കൈ വാരിയിട്ട് കലക്കി കുടിച്ചോളുക, അത്രയല്ലേ ഉള്ളൂ കാര്യം. പിന്നല്ല വാളംപുളി ഇല പിഴിഞ്ഞ നീര് വെള്ളം ചേർത്ത് 10 ml വീതം 2 നേരം കഴിക്കുക. പിന്നെ വാളംപുളി ഇല, പഞ്ചസാര, നീലയമരി ഇല, ആവണക്കെണ്ണ, ഈ 4 എണ്ണം. വേറെയുണ്ട്, ഈ 4 എണ്ണം മതി. പത്തമ്മൽ വാളംപുളി ഇല വെള്ളം തളിച്ച് പിഴിഞ്ഞ നേര് 10 ml. ആവണക്കെണ്ണ ശുദ്ധി ചെയ്ത് 1 ടീസ്പൂൺ. ഇതിലൊക്കെ പെട്ടെന്ന് മാറുന്ന സാധനമാണ് ഗോമൂത്രം. ഏത് വിഷത്തിനും. പിന്നെ 1/2 ഗ്ലാസ്സിൽ ഒരൊറ്റ പിടിപ്പിക്കുക, കണ്ണുടച്ച്. തിരുവനന്തപുരത്ത് പിള്ളേർ കക്കൂസിൽ പോകുന്നതിന് പോട്ടി ഇടുക എന്നാണ് പറയും. കേട്ടിട്ടുണ്ടോ? ഇല്ല. തിരുവനന്തപുരംകാർ വല്ലൊരു ഇരിപ്പുണ്ടോ? പോട്ടി ഇടുക എന്നാണ് പറയും. ഈ പോട്ടി അകത്തിരിക്കുന്ന കുടൽ തിന്നുന്നതുകൊണ്ടാണ് അതിന് പോട്ടി പോട്ടി എന്ന് പറയുന്നത്. മനസ്സിലായില്ല? നിങ്ങൾ വൈകുന്നേരം പോയി മാരുതിയിൽ പോയിരുന്ന് പൊരിച്ചടിക്കുന്ന പോട്ടിയില്ലേ, കപ്പയുടെ കൂടെ,
ആ പോട്ടി എന്ന് പറഞ്ഞാൽ ഈ സാധനമായി പിള്ളേരിടുന്നത്. പന്നിയുടെ കുടല് അത് തിന്നാമെങ്കിൽ ഈ നാട്ടിൽ പിടിക്കുന്ന കരിമീനെല്ലാം ടെറസിന് മുകളിൽ മല ഉണങ്ങിയിട്ട് ചൂണ്ടയെ കോർത്തിട്ട് പിടിക്കുന്നതാണ്. അതതിൻ്റെ വയറ്റിലുണ്ടാവും. ഈ ഹൗസ് ബോട്ടുകളിൽ നിന്നൊക്കെ മല അങ്ങ് തുറന്ന് വിടുമ്പോഴത്തേക്ക് ഈ കരിമീനൊക്കെ ഒന്ന് വെട്ടിയടിച്ചാൽ തിന്നുന്നത്. ഇതൊക്കെ തിന്നാമെങ്കിൽ ഒരു ഗ്ലാസ് ഗോമൂത്രം കുടിച്ചെന്ന് വെച്ചാൽ എന്ത് വരുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? കാരണം ചിലരുടെ മുഖമൊക്കെ ചുളിയുന്നു. മറ്റതടിക്കുമ്പോൾ ഒരു മുഖവും ചുളിഞ്ഞ് കണ്ടിട്ടില്ല. സ്വാദിഷ്ടമായിട്ട് അടിക്കുന്നു. എന്താ ശരിയല്ലേ? എരിക്കിൻ്റെ ഇല സമയം എന്തായി? 5 മിനിറ്റ് ഉണ്ട്. എരിക്കിൻ്റെ ഇല, തൊലി, വേര്, കായ് എന്നിവയിലെല്ലാം വിഷാംശമുണ്ടെങ്കിലും കറയിലാണ് വിഷം കൂടുതൽ. തൊലിയിൽ പുരണ്ടാൽ പൊള്ളലുണ്ടാവും. കറയെടുക്കുന്നത് സാധാരണ തേങ്ങാ തുരന്നാണ്. പാത്രങ്ങളിൽ എടുക്കരുത്. ഏത് പാത്രമായാലും തുളവ്. സ്റ്റീൽ പാത്രമായാലും തുളഞ്ഞു പോകും. അത് നിങ്ങൾക്ക് നോക്കാം, പരീക്ഷിച്ച് നോക്കാം. ഏത് പാത്രം തുളയ്ക്കണമെങ്കിലും എരിക്കിൻ്റെ കറ ഒഴിച്ചു വെച്ചാൽ മതി, തുളയും. കറ പുരണ്ടാൽ, അത് ത്വക്കിൽ പുരണ്ടാൽ പൊള്ളലുണ്ടാക്കും. കണ്ണിൽ വീണാൽ കാഴ്ച പോകും. ഗർഭാശയമുഖത്തു തൊട്ടാൽ ഗർഭം തെറിച്ചു. പഴയ കാലത്ത് ഏറ്റവും കൂടുതൽ അലസാൻ ഉപയോഗിച്ചിട്ടുള്ള, അലസിപ്പിക്കുന്നതിന് ഉപയോഗിച്ചിട്ടുള്ള ഇതിൽ കേമന്മാർ പഴയ തട്ടാന്മാരാണ്. ഒന്നുകിൽ സ്വർണ്ണ നൂല്, അല്ലെങ്കിൽ ചെറിയ പഞ്ഞി വെച്ച ഒരു ഇതിലെടുത്തിട്ട് മെല്ലെ ഉള്ളിൽ കൃത്യമായി തൊടിയിച്ചാൽ തെറിച്ചു പോകും. വളരെ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ ബ്ലീഡിങ് കൊണ്ട് മരിച്ചു പോകും. അതുകൊണ്ട് പണിക്കൊന്നും നിന്നേക്കരുത്. പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്നു എന്ന് പറയാൻ മാത്രം സൂചിപ്പിച്ചതാണ്. വളരെ അപകടകരമായ ഒന്നാണ്. എങ്കിലും പണ്ടുള്ളവർ ഇത് ഉപയോഗിച്ചിരുന്നു. അതിൽ കാരണം പെൺകുട്ടികളൊക്കെ വിവാഹം മുമ്പ് അങ്ങനെയൊക്കെ ഉണ്ടായാൽ ഇത് മാനം ഒക്കെ ബാധിക്കുന്നതാണെന്ന് പണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് മാനമാണത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസത. പണ്ട് കാലത്ത് മാനക്കേടായിരുന്നു. പരപുരുഷ സംസർഗവും കുട്ടികൾ വിവാഹപൂർവമായി ഗർഭം ധരിക്കുന്നതൊക്കെ പണ്ട് ഒരു മോശമായ കാര്യമായിരുന്നു. അതുകൊണ്ട് ഇതൊക്കെ ആവശ്യമായിരുന്നു. ഇന്നത് മോശമായ കാര്യമൊന്നുമല്ല. വേണ്ടി വന്നാൽ ഒരുത്തനെ തൂക്കാൻ പറ്റുന്ന കേസ് കൊടുക്കാനും 10 കാശുണ്ടാക്കാനും പറ്റുന്ന നല്ലൊരു തൊഴിലാണ്. അതുകൊണ്ട് മാന്യമായ തൊഴിലുമാണ്. കാരണം വെച്ചാൽ നാട്ടിലുള്ള ആക്ടിവിസ്റ്റുകളും മാന്യന്മാരും എല്ലാം കൂടെ കൂടുന്ന തൊഴിലാണ്. അതുകൊണ്ട് പിന്നെ പേടിക്കാനൊന്നുമില്ലാത്തപ്പം വെറുതെ വയ്യാവേലിക്കൊന്നും പോകരുത്. അത് വളരെ അപകടകരമാണെന്ന് മനസ്സിലാക്കുക വേണം. 10 ഗ്രാമിലേറെ കറ കഴിച്ചാൽ മാരകമാണ്, അപകടകരമാണ്. അത് ഉള്ളിലെത്തിയാൽ ഉമിനീരാണ് കണ്ടമാനം വരുന്നത്. മുഖത്ത് ചൊറിച്ചിലും അന്നനാളത്തിലും ആമാശയത്തിലും ചുട്ടുനീറ്റവും ഛർദിയും അതിസാരവും ഉണ്ടാവും. ഒരിക്കൽ കഴിച്ചു പോയാൽ. രക്തത്തിൽ സ്വീകരിച്ചാൽ തലച്ചോറിനെയും സുഷുപ്നയെയും ബാധിച്ച് കടുത്ത അസ്വാസ്ഥ്യവും തളർച്ചയും ശ്വാസം മുട്ടലും നെഞ്ചിടിപ്പും വലിയ താമസവും ഇല്ലാതെ മരണവും ഉണ്ട്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. പെട്ടെന്ന് കയറും. ബാക്കി അടുത്ത ക്ലാസ്സിൽ ഇന്ന് അവസാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേ. ഹരി.